ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് നമ്മൾ ഇവന്മാരെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് അഴിച്ചു വിട്ടേക്കല്ലായിരുന്നു അപ്പാപ്പ. ഇനി ഇവന്മാരെ ഗ്യാങ് പരിപാടികളിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പങ്കെടുപ്പിക്കണം. അപ്പോ മെയിൻ ആയിട്ട് അത് നോട്ട് ചെയ്യണം ചന്ദ്ര. അതൊന്ന് മെയിൻ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ പുതിയതായിട്ട് വന്ന പിള്ളേരുടെ ബാക്കിയുള്ളവരുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ബിസിനസ് ഐഡിയകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതാക്കണം. അതിൽ നല്ല ബിസിനസ് ഐഡിയ നോക്കി ഞാൻ എടുത്തോളാം. ബാക്കി നിങ്ങൾ എന്തെങ്കിലും ഒക്കെ എടുത്തോ. അപ്പൊ ബിസിനസ് ഐഡിയകൾ കൊണ്ടുവരുന്നത് നമുക്ക് സിറ്റിയിൽ എക്സിക്യൂട്ട് ചെയ്യണം അപ്പാപ്പൻ. പിന്നെ അപ്പാപ്പൻ എക്സിക്യൂട്ട് ചെയ്യണം. നമ്മുടെ ഇപ്പൊ 2400 കോടിയുണ്ട്. ഇതിന്നൊരു ഹെയർ ക്യാം ആണ് കാണുന്നതെന്നോ. എടാ എന്റെ ക്യാമറ ഇതിന്ന് ഒരു നല്ല ബിസിനസ് ഐഡിയ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ 2400 കോടി എന്നുള്ളത് ഒരു 50,000 കോടിയിൽ എത്തിക്കണം. 50,000 കോടി അങ്ങനത്തെ നമ്മുടെ പിള്ളേരുടെ ബുദ്ധി എന്ന് പറയുമ്പോ എന്തായാലും ഉറപ്പാണ് എനിക്ക്. നമ്മുടെ പിള്ളേരുടെ ബുദ്ധി വെച്ച് നോക്കുമ്പോ ഇതിലൊരു കിടില ഐഡിയ ഉണ്ടാവും. അപ്പാപ്പ ഉറപ്പായിട്ട് കാണത്തില്ലേ? ഇത് ആരെഴുതുന്നതാ ഇത്? തിരിഞ്ഞു നോക്കരുത്. അപ്പൊ ഇതുപോലെ നമുക്ക് വരച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓ ഇതുപോലെ വരയ്ക്കാനൊക്കെ പറ്റുമല്ലേ? ഇവിടെ എന്തിനൊക്കെയാ ചെയ്ത് വെച്ചിരിക്കണേ? അത് കൊള്ളാം. പ്രസന്റേഷൻ ഒക്കെ എടുക്കല്ലേ ഗൈസ്? ഞാൻ എന്റെ ക്യാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ ഒരു സെക്കൻഡ്. ഈ നിങ്ങൾക്ക് കുറച്ചുകൂടെ താത്തു വെക്കട്ടെ ഞാൻ. ഓ ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് എന്റെ ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഞാൻ ഫ്രണ്ടിലോട്ട് ഇരുന്നാലും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? നോക്കിയേ, ഓക്കെ അല്ലേ? ഞാൻ ഇത് കുറച്ച് മേലോട്ട് വെക്കാം. നിങ്ങൾക്ക് എന്റെ ഹെൽത്ത് ഇതൊക്കെ കുറഞ്ഞാലും പറയാലോ എന്നോട്. ഒന്നുകൂടെ വരുമോ ചന്ദ്ര? ഒന്നുകൂടെ വരുമോ ചന്ദ്ര? ചന്ദ്ര ഒന്നും കൂടെ വന്നേടാ. അത് നിഞ്ചല്ലേ എഴുതി, അതിന് മാറ്റിനെ പോയിരിക്കുന്നതിനാ. ഫാമിലി പാക്സ് എന്ത് ചെയ്യാനാ? ജോക്കി ഇവിടെ ഉണ്ടോ? ജോക്കി അപ്പാപ്പൻ അതുപോലെ ചന്ദ്രബോസ്. ഇന്ന് നമ്മുടെ ഇവിടെ പങ്കെടുക്കാൻ വരുന്ന ടീമുകൾ എന്ന് പറയുന്നത് ടീം നമ്പർ 1 ടീം തരിപ്പൻസ്. ടീം തരിപ്പൻസിൽ ബാലൻ, ഇറ്റാച്ചി, സിംഗിൾ ലോലൻ. ഇവര് അല്ലല്ല പറയുക, ഓരോരുത്തരും പറയുക. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് ടീം പൊളപ്പൻസ്. രായൻ, നിഞ്ച അടങ്ങുന്ന ടീം പൊളപ്പൻസ്. അതെ. മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് SMS എന്റർപ്രൈസ്. SMS എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ സാവേജ്, മന്ദാരം, സ്നൈപ്പ്. അതാണ് SMS. അടുത്ത ടീം എന്ന് പറയുന്നത് ടീം ബേബി. LX2, ജുഗ്രു, മോബി അടങ്ങുന്ന ടീം ബേബി. അടുത്ത ടീം എന്ന് പറയുന്നത് ടീം ചൈന ടൗൺ. SRK, അപ്പുക്കുട്ടൻ, അമ്പത്തൂർ അടങ്ങുന്ന. അറിഞ്ഞൂടാ ചൈന ടൗൺ എന്തുകൊണ്ടാണ് ഇട്ടതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തവും ഇല്ല. അടുത്തത് ടീം ഷാർജ. വില്ലു, ഡെസ്ട്രോ, നീൽ. ടീം ശരവണ ബ്രദേഴ്സ്. കീരി, ഡീമൻ, കോച്ച്. ശരവണ ബ്രദേഴ്സ്. ഏറ്റവും അവസാനത്തെ ടീമാണ് ടീം ഓയ. ഏബൽ, അലക്സ്, സെക്കൻഡ് അടങ്ങുന്ന ടീം ഓയ. 8 ടീമുകളാണ് നമുക്ക് ഇന്ന് പ്രസന്റേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിലാരെ വിളിക്കണം ആദ്യം? എടാ എല്ലാരും എത്തിയോ? നമ്മുടെ എല്ലാരും എത്തിയോ? ഇതിനകത്ത് റെഡി ആയി നിൽക്കുന്ന ടീം ഏതാ ആദ്യം?
ഓയ റെഡിയാണ്. കണ്ണാപ്പി ഒന്നും വരില്ലല്ലോ. ടീം ഓയ ആണോ റെഡി? SMS റെഡിയാണോ? വണ്ടി ഒന്നും നടന്നു പോവാന്ന് വെച്ചാൽ ടൈം എടുക്കൂല. ആ പറഞ്ഞോ മാറ്റേ. സന്ദീപ് തോള സിറ്റിയില് ആണോ? എടാ എല്ലാരും ഒന്ന് ഡിസ്കോഡിൽ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പഠിച്ചിട്ട് വേണം. വാറ്റി കാണിച്ചു തരും. ആ ഞാൻ വരാം. ഡിസ്കോഡിൽ അതൊന്ന് ജസ്റ്റ് അവന്മാരൊന്ന് പഠിപ്പിച്ചു കൊടുത്തോട്ടെ. ഞാൻ എന്തിനാ ലൈവ് ഇടുന്നേ? അവന്മാരല്ലേ ലൈവ് ഇടണ്ടേ? അപ്പൊ പരിപാടി ചെയ്യുന്നവർക്ക് വേണ്ടിട്ടാണ്. പരിപാടി ഹലോ കേക്കണ്ട. പരിപാടി ചെയ്യുന്നവർ ഇപ്പൊ ലൈവ് ഇട്ട് കാണിച്ചു തരും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഡിസ്കോഡിൽ എന്തെങ്കിലും വീഡിയോ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ ഇപ്പം മന്ദാരവും സാവേജ് ആണെങ്കിൽ സാവേജിന് അയച്ചു കൊടുത്തിട്ട് അതിന്റെ അകത്ത് മീഡിയ ഫയൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് കോപ്പി ചെയ്തിട്ട് അവന്മാര് വരാത്ത അവന്റെ വീട്ടിലെ എല്ലാ പണിയെല്ലാം മെനഞ്ഞാൽ കഴിഞ്ഞതേ ഉള്ളൂ. പിസിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുക. അവിടെ ബോബോയും എല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പെട്ടെന്ന് കാണിച്ചു വിടാ. സോ ഇതാണ് F7. അപ്പൊ കാണണ്ട എല്ലാരും കേറിയാ? അപ്പൊ ഇന്ന് RP ആക്കി എന്തിന് ബ്രോ? ഞാൻ മെനഞ്ഞാന്ന് ചെയ്യാനിരുന്നു, അവൈലബിൾ അല്ലാത്തോണ്ട് ഇന്നാക്കി. പിന്നെ ഇന്നെന്ന് പറഞ്ഞിട്ട് പിന്നൂടെ നിങ്ങളെ മടുപ്പിച്ച ഷോ ആക്കണ്ടെന്ന് വിചാരിച്ചാണ് ചെയ്തത്. വേറെ RPകളെ നമ്മൾ സെറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ബോർഡ് അങ്ങനെ സ്ഥലമുണ്ട്. ഇതിപ്പോ ബോർഡ് കിടക്കണേ, അത് മാറ്റാം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ ആണ് പ്ലേ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ വീഡിയോടെ ഇവിടെ ഷോ സ്ക്രീൻ ഉണ്ട്, അത് കൊടുക്കാം. അപ്പൊ ഇത് വീഡിയോടെയാണ്. കണ്ട് ഇവിടെ നിങ്ങൾ മറ്റേ നമ്മുടെ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യാം വീഡിയോടെ. എന്നിട്ട് ഇവിടെ ഇത് പ്ലേ കൊടുക്കുമ്പോ ഇത് ഇച്ചിരി ഇതുണ്ട് ഡീൽ എടുക്കുമ്പോ ഇവിടെ പ്ലേ ആവും. ഇനിയിപ്പോ നിങ്ങക്ക് അതല്ല ഇപ്പൊ ഫോട്ടോ ആണ് വേണമെങ്കിൽ ഇവിടെ ഈ സ്ക്രീൻ ഹൈഡ് ചെയ്യാം. എന്നിട്ട് ഷോ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഫോട്ടോയുടെ ഇത് വരും. അപ്പൊ നിങ്ങൾ ഇവിടെ ഡിസ്കോഡിൽ നിന്ന് മറ്റേ കോപ്പി ലിങ്ക് അടിക്കണം. കോപ്പി പേസ്റ്റ് അല്ല, കോപ്പി ലിങ്ക് അടിച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ പ്ലേ കൊടുത്താൽ ആ ഫോട്ടോ ഇതിൽ വന്നോളൂ. തന്നെ എല്ലാവർക്കും അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ബോർഡ് എന്ന് പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു ഈ ഓപ്ഷൻ വരും. ഒന്നില്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നില്ലെങ്കിൽ ഇവിടെ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒപ്പം ബിഗ് കൊടുത്താൽ ഇവിടെ വലിയതായിട്ട് വരും. അപ്പൊ നിങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെ വരച്ച് നിങ്ങൾ ഇവിടെ അപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ അപ്ലൈ കൊടുത്താൽ മതി. അപ്പൊ നേരെ ഈ സാധനം ഈ ഇതിൽ വന്നോളൂ. അത് വരാത്തെന്ന് പറഞ്ഞാൽ ഇത് കാണിച്ച് ഷോ ബോർഡ് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ TV-യിൽ ഒരുത്തൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പൊട്ടൻഷ്യൽ ഇതെങ്ങനെ തുറക്കണത്? ഈ മെനു എല്ലാവർക്കും കിട്ടുമോ സിറ്റി കയറി കഴിഞ്ഞാൽ? അപ്ഡേറ്റ് ആയില്ല. ഇപ്പൊ നമ്മളിവിടെ എന്താ വിളിക്കാണ്ട് ഇവിടെ അപ്ലൈ കൊടുത്താൽ പെട്ടെന്ന് ഇതല്ല, ചെറിയൊരു ഡീൽ എടുത്തിട്ട് വന്നോളൂ. കണ്ടോ? അപ്പൊ അത്രേ ഉള്ളു കാര്യങ്ങള്. അപ്പൊ എൻജോയ്. RPയിൽ വരും. ഇതിപ്പോ നിങ്ങളിപ്പോ മെയിൻ ആരും ഓപ്പൺ ആക്കണ്ടോ? ഇപ്പൊ ചെയ്തോണ്ടിരിക്കണം, ആരും ചെയ്തോണ്ടിരിക്കണ്ട. ഇത് പിന്നെ ഒരു കാര്യം ഞാനൊരു കാര്യം പറയാം. ഈ റൂമിന്റെ അകത്ത് വരുന്നവര് മാത്രം ഈ മെനു ഓപ്പൺ ചെയ്യാം. വേറെ ആരും യൂസ് ചെയ്യരുത് കേട്ടോ. അതായത് ക്ലാസ് 1-ന്റെ അവിടെ പ്രസന്റേഷൻ വരുന്നവര് മാത്രം F7 ഓപ്പൺ ചെയ്ത് വെക്കാവും. അല്ലാതെ ആരും യൂസ് ചെയ്യരുത്. ഓക്കെ, അത് നോട്ട് ചെയ്യണം. തിരിപ്പോളുകളാണ് ചാറ്റില്. നമ്മുടെ ഫാൻസ് എന്ന് പറയുന്ന രീതിയിൽ ഇരിക്കണ കുറെ വാണങ്ങള്, അങ്ങനെ തന്നെ പറയണം. ഞാനിപ്പോ ഇവിടെ മെൻഷൻ ചെയ്ത പേരിൽ എന്തെങ്കിലും പറയണോ, അത് കേൾക്കണോ അവന്മാർക്ക്? അതിലിപ്പോ വേറെ സ്ക്രീൻ വന്നേക്കാ. ഇവരിപ്പോഴും ബുദ്ധി ഉദിച്ചിട്ടില്ലടാ. ഇവര് വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുണ്ടല്ലോ, ഇവര് ബുദ്ധി ഇതൊക്കെ ഭയങ്കര പഴയ ഇപ്പൊ ഏക്കൂല. ഇതാരടാ ചെയ്യണേ? ചെയ്യുവാ. എടാ എല്ലാം ഹൈഡ് സ്ക്രീൻ, ഹൈഡ് ഫോട്ടോ, ഹൈഡ് ബോർഡ് കൊടുക്കുക, എല്ലാം കൊടുക്കുക. എന്നിട്ട് നിനക്ക് എന്താ ചെയ്യേണ്ടത് അത് ഷോ കൊടുക്കുക. അതെ, ലിങ്ക് ചെയ്യണ്ടേ? ഇപ്പൊ ലിങ്ക് ഇടണ്ടേ? എടാ നീ വീഡിയോ ആണ് കാണിക്കുന്നതെങ്കിൽ ഷോർട്ട് സ്ക്രീൻ, ഷോ സ്ക്രീൻ ആക്ക്. ഷോ സ്ക്രീൻ വീഡിയോ ആണ്, ഷോ സ്ക്രീൻ കൊടുക്കണം. ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ
അറിയാ കണ്ടാളിയാ ലവ് ഡോക്ടർ. ആ ഇതെന്താ വർക്ക് ആവണ നമ്മളെ ബിസിനസ് ആയിട്ട്. അപ്പൊ എല്ലാവർക്കും കയറാം ബാ ബാ ബാ. വാ സിറ്റിക്കത്തോ ഹെഡ്സെറ്റ് ഊരി പൊക്കോണ്ടിരിക്കും. ഇവിടെ നിന്ന് കാണത്തില്ലേ? ഓക്കെ. ഹലോ ഇത് മ്യൂട്ട് ഞാൻ അടിച്ചു. ഓടിക്കണ്ട ചിലപ്പോ എങ്ങാനും ഇതായാലോ. ഹലോ അപ്പാ ഹലോ. എടാ ബാക്കിയുള്ളവരെല്ലാം താഴ്പ്പൊക്കെ വിളിക്കുന്നവര് മാത്രം മേലോട്ട് കയറിയാ മതി. ബാക്കിയുള്ളവർ താഴ്പ്പൊക്കോ. ഓക്കെ കോച്ച് പോട്ട്. ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ ഓഫീസ്. ഇതെന്താ ഗെയിം ക്യാപ്ചർ വന്നില്ല? ഇപ്പൊ വന്നില്ലേ? കോച്ച് ഞാൻ മാറ്റാൻ പോയത് AFK ആയിരുന്നു. പറ എന്തുവരെ ചോദിച്ചേ? സൂപ്പർ ഓഫീസ്. എപ്പോ ഇത് ബിൽ ചെയ്ത്? ഇത് ഇന്നലെ 2 ദിവസം ആയതേ ഉള്ളൂ കോച്ച്. സൂപ്പർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് കോച്ച്. ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വാ. യെസ്. ചന്ദ്രു എന്താ കേട്ടില്ല. എങ്ക ബിസിനസ് ഒരു കിടിലமான ബിസിനസ് ആണ്. ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പൊ റെഡിയല്ലേ? ഹലോ അപ്പാ. നിങ്ങൾ AFK ആവല്ലേ അപ്പാപ്പാ? ജോക്കി ഞാൻ AFK ഒന്നും അല്ല, എന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ രണ്ടുപേരെയല്ലേ വിളിച്ചു. റെഡിയല്ലേ എന്ന് ചോദിച്ചപ്പോ ജോക്കി പറയണ്ടേ? ഒന്ന് വരോ ജോക്കി? അല്ല ജോക്കി അണ്ണന് ഒരു കാര്യം പറയാൻ. ജോക്കി ഒന്ന് പറഞ്ഞു ഞാൻ വരാം. എന്റെ നമ്പറില്ല, അവരെ കൊണ്ട് വിളിപ്പിച്ചതാ ഞാൻ. നിഞ്ചയെ കൊണ്ട്. അന്നോട് സൈഡിൽ വിട്ടതിന് വാസന എവിടെ ഇരിക്കണേ? വാസന ശരിയാണോ? വാസന ശരിയാണോ? എനിക്കൊന്നും ചെയ്യാൻ വാസന ശരിയാണോ? ഞാൻ എണ്ണിക്കാൻ പറഞ്ഞു ഞാൻ. വാസന ശരിയാണോ ഇത്? വാസന ചെയ്യണൊക്കെ വാസന ഇരിക്കുമ്പോ എന്തെങ്കിലും കാണിക്കണം മോശമല്ലേ? അണ്ണൊരുമാതിരി അണ്ണ ഇത് എന്റെ കഴിവുകൊണ്ടാണ് അണ്ണു ഞാൻ ജോക്കി ഇവിടെ ഇരിക്കും. ജോക്കി ഞാൻ ഇവന്റെ സീറ്റിൽ ഇരിക്കുന്നോളൂ. ഇവൻ എണ്ണിക്കുന്ന ഇല്ലയോ എനിക്കൊന്ന് അറിയണമല്ലോ. എണീറാ. അതേതാ വാണോ ഏതാ മുട്ടിക്കുന്നേ? ക്രിമിയോ ഇല്ലാലെ നീ കളിയെ മാറടാ. ഗേക്കപ്പിളാ. നീ അവിടെ നീ എന്തൊരു ചെറ്റയാടാ ചന്ദ്ര. ഇവൻ സ്വാനപുത്രൻ തന്തയില്ലാത്ത. അത് ഇരിക്കണ്ടേ എന്നാ വാസന ഈ സൈഡിൽ എന്നെ അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഇതിരുന്നോണല്ലേ. അപ്പൊ റെഡിയല്ലേ? റെഡി. അപ്പൊ നമുക്ക് അധികം വൈകിപ്പിക്കണ്ട. കാരണം ഇന്ന് ഇവന്മാർക്ക് എല്ലാവർക്കും പോകാനുള്ള. നാളെ അവിടെ കണ്ണാപ്പിയുടെ വീട്ടിലെത്താനുള്ളതാ. വീടൊക്കെ അഫ്ഗാനിസ്ഥാനിലല്ലേ? ഞാനപ്പോ ലിസ്റ്റ് എടുക്കട്ടെ കൈസ്, ഒരു മിനിറ്റ്. ഇങ്ങനത്തെ കോമഡികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇല്ല അപ്പൊ നമുക്ക് ആദ്യം ടീം ഓയയെ വിളിക്കാം. ഓക്കെ. സോ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് എന്താ പറയാ, ഏറ്റവും നല്ല പ്രസന്റേഷനുള്ള അവാർഡ് നമ്മൾ വെളിയിൽ തരുന്നതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഞാൻ ടീമുകളെല്ലാം ഒന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. അതുപോലെ മോശം ടീമിന്റെ പെർഫോമൻസ് നോക്കിയിട്ട് അവര് അതിൽ നിന്ന് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ടീമിലുള്ള ആൾക്കാരെ സ്ലോട്ട് ഒന്ന് മാറ്റിയിട്ട് അല്ലല്ല ഏറ്റവും മോശം പ്രസന്റേഷൻ ഉള്ളവരെ നാളെ IRL ഡാൻസ് കളിപ്പിക്കും. അപ്പൊ ടീമുകൾ എന്ന് പറഞ്ഞാൽ ടീം തരിപ്പൻസ്, ടീം പൊളപ്പൻസ്, SMS എന്റർപ്രൈസ്, ടീം ബേബി, ടീം ചൈന ടൗൺ, ടീം ഷാർജ, ടീം ശരവണ ബ്രദേഴ്സ്, ടീം ഓയ. സോ അപ്പൊ ആദ്യത്തെ പ്രസന്റേഷനായി ഞങ്ങള് ടീം ഓയ ക്ഷണിച്ചു കൊള്ളുന്നു. ഏബൽ അലക്സ് സെക്കൻഡ്. നമ്മുടെ ഒരു കോർഡിനേറ്റർ പറയേണ്ട കാര്യമുണ്ടാ? ബിസിനസ് പൊട്ടി. എല്ലാവർക്കും വിശിഷ്ടമായ ജഡ്ജസ് എല്ലാവർക്കും നമ്മുടെ കൂപ്പുകൈ നമസ്കാരം. നമസ്തേ. ആദ്യം തന്നെ നെഗറ്റീവ് മാർക്ക്. ഒരു ബിസിനസ് പ്രസന്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇടേണ്ട ഡ്രസ്സ് ഇതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇല്ല അണ്ണാ, നമ്മളെല്ലാം നാടാണാണേ. നമ്മൾ രണ്ടുപേരും നാടാണാണ്, ഇവർ രണ്ടുപേരും ഇത്തിരി മോഡേണാണ്.
അങ്ങനെയല്ല മോഡേണിന്റെ ഇതിന്റെ അല്ല ഒരു ബിസിനസ് മീറ്റിംഗിന് ബിസിനസ് പ്രസന്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് വരുമ്പോ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇതല്ല. ഇവിടെ വല്ല വാർ കളിക്കാൻ വല്ല പോകുന്നുണ്ടോ നിങ്ങള്? നമ്മുടേതായ തനിമ വിട്ട് കളയാതെ ചെയ്യുന്ന ഒരു സംരംഭമാണിത്. ഇത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഇത് വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് അണ്ണാ സിറ്റിയില്. സത്യം പറഞ്ഞ അതായിക്കോട്ടെ, എന്താണെന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടാണ് ചോദിച്ചു പറഞ്ഞു? അല്ലെ എന്തുകൊണ്ടാണ് പറഞ്ഞ കേക്കട്ടെ. അതാണ് ഓക്കെ അണ്ണ. അത് അണ്ണ ഇപ്പൊ സിറ്റിയിൽ ഒരു ആണും ഒരു പെണ്ണും കൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ അവർക്ക് എന്താണില്ല, അത് പ്രൈവസി. താഴെ സംസാരിക്കില്ലെന്ന് പറയടാ അമ്മമാരുടെ അടുത്തുനിന്ന്. പ്രൈവസി ഇല്ല. പ്രൈവസി ഒരു മനസ്സമാധാനമായിട്ട് സംസാരിക്കാനുള്ള സ്ഥലമുണ്ടോ സിറ്റിയില്? ഒരു ആണിനും ഒരു പെൺകൊച്ചിനും ഇല്ല. ആണിനും ആണിനും സംസാരിക്കാനും അവർ അത് നമ്മുടെ എതിര് തെറ്റ് പറയുന്നില്ല, അത് അവരുടെ ഇഷ്ടമാണല്ലോ. മോഡേൺ ആവണം, നാട് എടുക്കുമ്പോൾ നമ്മൾ നടുവേ ഓടണമെന്നാണല്ലോ, അതാണല്ലോ ശാസ്ത്രം. അതിനെ തെറ്റ് പറയുന്നില്ല, അവരായി അവരുടെ പാടായി, അവര് പൊക്കട്ടെ, കുഴപ്പമില്ല. അത് പാടില്ല. നീക ആണ്ടൂടെ നടക്കണം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നോ പ്രോബ്ലം ആണ്ടൂടെ തന്നെ നടക്കണം. അപ്പം ഇത് അതുകൊണ്ടെന്ന് പറയും, ഈ കൊച്ചു പിള്ളേരെ കൊണ്ടാണ് ഇപ്പൊ സഹിക്കാൻ പറ്റാതെ. ഒരു പെങ്കൊച്ചൂടെ സംസാരിക്കും, ഒരു 10 കൊച്ചു പിള്ളേർ അതിന്റെ ഇടയിൽ കൂടെ വലിഞ്ഞു കയറി എത്തിക്കുത്തിയൊക്കെ നോക്കി വരും. നമുക്ക് കാലേ വരെ നിലത്തടിക്കാൻ പറ്റും. ശരിക്കും നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിനെ പറ്റിയാണോ പറയണത് അതോ ബിസിനസ് ഐഡിയ ആണോ പറയണത്? അല്ലണ്ണ, ഒരു യുവജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടാണിത്. സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരു സംരംഭമാണിത്. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ സമാധാനമായിട്ട് സംസാരിക്കാനാണെങ്കിൽ ഇവിടെ മലയും കുന്നും ഒക്കെ ഇല്ലേ? നല്ലൊരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. പിടിമല എന്ന് പറഞ്ഞൊരു മലയുണ്ട് ഇപ്പൊ ബേസിക്കലി. ആ പിടിമലയിലാണ് ഇപ്പൊ കൊച്ചു പിള്ളേരുടെ അഴിഞ്ഞാട്ടമാണ്. അതറിയോ ബോസനെ? അത് ഏറ്റവും മെയിൻ സൂര്യാണ്, അഴുക്കച്ചെറുക്കൻ. ഇവിടെ നിന്ന് കഥാപ്രസംഗം നടത്തുന്ന കാര്യം പറയൂ. പറഞ്ഞോ ജോക്കി, പ്രസന്റേഷൻ അങ്ങനല്ലേ ജോക്കി? ഒറ്റയടിക്ക് നേരെ വന്നിട്ട് ഇന്ന് ഉണക്കമീൻ കച്ചവടം നടത്തുന്നു, അതാണ് പ്രസന്റേഷൻ അല്ലല്ലോ ജോക്കി. അത് കാര്യത്തിലോട്ട് വരണന്നേ. നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ സംരംഭത്തിന്റെ പേര് ഓയോ. ഓയുടെ ഫുൾ ഫോം എന്താ? അവർ വെരി ഓൺ റൂംസ്. വീഡിയോ പ്രസന്റേഷൻ അവർ അല്ല, അവേഴ്സ് യോസ് റൂംസ്. അത് ഓബിയമായില്ലടാ. അത് വീഡിയോ പ്രസന്റേഷൻ എന്താണ് ബേസിക്കലി ഇത് ചെയ്യുന്നത്? ഉണ്ടല്ലേ, നമ്മള് ബേസിക്കലി ഉള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. നമ്മുടെ ഇതിന്റെ ബേസിക്കലി ഒരു കോപ്പി അടിച്ച് കുറെ ആൾക്കാർ നടത്തുന്നുണ്ട്. ഓയോ അമ്മരെയും അടിച്ചെണ്ണ നമ്മുടെ ഈ കോപ്പി അടിച്ചാ നടത്തുന്നത്. അണ്ണ 10-70,000 കോടിയുടെ മറ്റേ നമ്മുടെ സൗണ്ട് വിട്ടു പോണേ, സൗണ്ട് സൗണ്ട് വിട്ടു പോന്നാ. അതോ വീഡിയോ പ്രസന്റേഷൻ എല്ലാം ഉണ്ട്. ബോറിംഗ് ആയിരുന്നു കേട്ടോ. പ്രസന്റേഷൻ ഒക്കെ ശോകമല്ലേ? എടാ ഈ ബാക്കിയുള്ളവരോട് ഇവിടെ സംസാരിക്കില്ലെന്ന് പറയണടാ. എടാ ബാക്കിയുള്ള ആൾക്കാർ ഈ ബിൽഡിങ്ങിൽ നിന്ന് സംസാരിക്കല്ലടാ, അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോണേ. ഞാൻ നിങ്ങൾ വിളിക്കുമ്പോ വന്നാൽ മതി, പയ്യെ വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇന്റർനാഷണൽ മാർക്കറ്റ് ആണ് നമ്മള് നോക്കുന്നത്. കൂട്ടിയപ്പോഴേ പറഞ്ഞത് പൊട്ടു. വിട്ടിട്ടാണോ തരുന്നേ? അയ്യോ എന്റെ അമ്മേ, ദർശനം മുടി കെട്ടി വെച്ചാലും കഴിച്ചിട്ടാലും എല്ലാം ഏത് പാതിരാത്രി കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ദർശന അറിയത്തില്ല. ഹലോ, ഇത് കഴിഞ്ഞ സംസാരിക്കും. കുളിർമ ഇല്ലാതെ റൂംസ്, വൈഫൈ പ്ലസ് VPN ആക്സസ്,
ആടാതി കട്ടിൽ, വെള്ളമുള്ള ബാത്റൂം, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്ത? കഴകൂട്ടം, അറ്റാച്ച്ഡ് മെഡിക്കൽ ഷോപ്പ്, പ്രൈവസി, അതല്ലേ എല്ലാം. Nice presentation. Amazing, amazing. Marvelous. Good job, boys. Amazing. താങ്ക് യു. ഇതില് 7 വർക്കുകളാണ് അതിൽ ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊറേ ക്ലിപ്സ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. പക്ഷെ നല്ല പ്രസന്റേഷൻ. വെരി ഗുഡ് ഐഡിയ. അണ്ണാ നിങ്ങളിപ്പോ വിചാരിക്കും കഴിഞ്ഞെന്ന്, പക്ഷെ അല്ല, നമ്മൾ 3 ഐഡിയാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3 കിടിലോ ഐഡിയാസ്. ഇഡിയോട്ട് ഐഡിയാസ്. പിന്നെ ഓക്കെ. പക്ഷെ ഇതെന്തായാലും കൊള്ളാം. ഇത് നമ്മളിപ്പോ ആലോചിക്കാവുന്ന കാര്യമാണ്. കാരണം സിറ്റിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കപ്പിൾസ് ആണ്. ഇവര് പറഞ്ഞത് ശരിയാ. അത് ഇത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന കപ്പിൾസിന്റെ ഇത് പ്രകാരമാണ്. അവരോട് നമ്മുടെ സർവേ ഒക്കെ എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് ബേസിക്കലി സാധനം. ആണല്ലേ? എന്താണ് അടുത്ത ഐഡിയ? അടുത്ത നിങ്ങളുടെ ബിസിനസ് ഐഡിയ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷെ അറിയത്തില്ലായിരിക്കാം. ഞാൻ ബേസിക്കലി ഒരു ഡോക്ടറാണ്. ഞാൻ MD പഠിച്ചിട്ടുണ്ട്, MDMA പഠിച്ചിട്ടുണ്ട്, MBBS പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബേസിക്കലി പഠിച്ച ഒരാളാണ് ഞാൻ. അതെ, ഞാനൊരു സകലകല വല്ലാതെ MDMA ഉണ്ട്, കഞ്ചാവുണ്ട്, എല്ലാം ബേസിക്കലി നമ്മൾ എല്ലാം പോകണം ഇവിടെ. അങ്ങനൊന്നും ഇല്ല. അതൊന്നുകൂടി പ്ലേ ചെയ്യാവോ? വീഡിയോയോ? എന്തിനാ? ഞാൻ കണ്ടില്ല അവസാനം. പെട്ടെന്ന് ഇവിടെ ഒരു അർജന്റ് അത് തന്നെ കേട്ടോ. ബാക്ക് അടിച്ച് പിന്നെ കെട്ടാ മതി. അടുത്ത ഐഡിയ എന്താണ് പറയും? അണ്ണാ അടുത്തതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. നമ്മളൊരു കൗൺസിലിംഗ് സെന്റർ ആണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. കൗൺസിലിംഗ് സെന്റർ. അതെ, ഈ കൗൺസിലിംഗ് സെന്റർ നമ്മുടെ നാടിന് ആവശ്യം എന്ന് പറയാനുള്ള കാരണം എന്താ? അണ്ണാ ഞാൻ അത് വലിയ കുറെ കാരണമുണ്ട്. ഇപ്പൊ എല്ലാവർക്കും കൊല്ലണം അവനെ തീർച്ചയായും മൈൻഡ് സെറ്റ് ആണ് അല്ലേ? അവരെ പറഞ്ഞ് നമ്മൾ നല്ല വഴി നേർവഴി നടത്തുക. പിന്നെ അതിന്റെ കൂടെ സൂയിസൈഡിന്റെ എണ്ണമൊക്കെ വളരെ വർദ്ധിച്ചു വരികയാണ്. പ്രണയനൈരാശ്യം കാരണം അത് ഇത് പറയാനുള്ള സിറ്റിയിൽ പ്രേമ നൈരാശ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെ അതെ അതെ, നമ്മളിപ്പോ അതും ആലോചിക്കണ്ടേ? അതെ, നൈസ് ഐഡിയ, നൈസ് തിങ്കിങ്. എനിക്ക് 5 മിനിറ്റ് വേണം അവസാനം. ഒരു 10 മിനിറ്റ് മാക്സിമം. അല്ലല്ല, ജസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു. ബേസിക്കലി അണ്ണാ ഈ ഒരു എക്സാമ്പിൾ വേണേ നമ്മൾ കാണിച്ചു തരാം കൗൺസിലിംഗ് സെന്ററിന്റെ. അല്ല, പക്ഷെ അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കാനുള്ള, നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാർ അത് സംസാരിക്കാറില്ലേ? ഉണ്ട്, അതിനുള്ള ചാൻസ് ആണെന്നില്ല അവർക്ക്. അവരുടെ ഏതാണ് ബേസിക്കലി അണ്ണാ ഈ അലക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പ്രണയനൈരാശ്യം അല്ല, പ്രണയനൈരാശ്യം അല്ല അലക്സിന്. അവൻ ചെറിയൊരു നിങ്ങൾ ഓരോ ഐഡിയാസ് ഓരോരുത്തരായിട്ട് പിച്ച് ചെയ്യൂ. ഇത് ഒരാൾ മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതിലേക്ക് വരുവാണ് നമ്മൾ. ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല, എനിക്കറിയാവുന്ന നിങ്ങൾക്കും അറിയില്ല. ചെറിയൊരു വട്ടയസ് എന്തുണ്ടോ അത് പറഞ്ഞു വരികയാണ്, അതിലേക്ക് എത്തുകയാണ്. അലക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ആൾക്കാരെ കൊല്ലണമെന്നുള്ള മൈൻഡ് സെറ്റ് നടക്കുന്ന ഒരാളാണ്. അമ്മ അറിയാമല്ലോ. ആണല്ലേ? അതവൻ 24/7 ഗണ്ണുമായിട്ട് നടക്കുന്ന ഒരു പയ്യനാണ്. എനിക്കത് മനസ്സിലാവും. അതെ 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 അതെ, ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ വേണം മാറ്റിയെടുക്കാം. എന്റെ ഇങ്ങനെ ഹലോ അലക്സ്. ഹലോ, എന്താണ് താങ്കളുടെ പ്രശ്നം? എന്ത് പറ്റി? താങ്കൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ചോരയോട് വല്ലാത്തൊരു ഭ്രമമാണ്. ഭ്രമം? കടിയാണോ? അതായത് കുഴപ്പമില്ല, ഭ്രമം. അതായത് എനിക്ക് ചോര വേണം, എനിക്കില്ലാ ദിവസം ചോര കാണണം. അങ്ങനെയല്ല, അതായത് സമരം ചെയ്യുന്നവരുടെ പുറത്തൂടെ വണ്ടി കയറ്റുക, റോഡിന്റെ നടുക്കൂടെ പോകുന്നവരെ വണ്ടി ഇടിച്ചിടുക, പിന്നെ പെട്ടെന്ന് എന്റെ ആരെങ്കിലും ഒന്ന് അറിയാണ്ട് മുട്ടയൊക്കെ ചെയ്താ കൊരവള്ളി കയറി പിടിക്കുക. എനിക്കറിയൂടാ, ഇത് കുറച്ചാൾക്ക് മുമ്പാണ് തുടങ്ങിയത്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ എനിക്ക്. ബേസിക്കലി ഇതൊക്കെ നമ്മൾ ക്ഷമിക്കാനും കൊടുക്കാനും പഠിക്കണം. ഫോർ എക്സാമ്പിൾ, നിനക്ക് അങ്ങനെ കൊല്ലാൻ അത്ര ആഗ്രഹം തോന്നി എന്താ ചെയ്യേണ്ടത്? ഈ കമ്മിറ്റഡ് ആയിട്ടുള്ള ആമ്പിള്ളേരെ കൊന്നുകളയാണ്. അതൊന്നും കുഴപ്പമില്ല. സിംഗിൾ ആയിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണം കൂടി സിറ്റി ഏത് നമ്മുടെ ഇതിന്റെ ഒരു ആഡായിട്ട്. പരസ്യം വന്നതല്ലേ? അതെ അതെ, ചെറിയ മാക്സിമം സൗണ്ട് വിട്ടുവിട്ട് പോണേ. നിങ്ങൾക്ക് കൊല്ലാൻ തോന്നുവാണെ മാക്സിമം കമ്മിറ്റഡ് ആയിട്ടുള്ളവരെ തന്നെ കൊല്ലടാ, കുഴപ്പമില്ല. അതാ.
അണ്ണാ മനസ്സ് അടുത്തതായിട്ട് നമ്മൾ പ്രണയ നൈരാശ്യമുള്ള ഒരാളെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ വാസവനെ ഓ അത് മനസ്സ് മാറി അവന്റെ. അപ്പൊ മനസ്സ് പ്രോഡക്റ്റ് മാറി. നീ തന്നെയാണോ? ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി. അവരുടെ പ്രോഡക്റ്റ് നീയാണോ പ്രോഡക്റ്റ്? ആക്ച്വലി ഞാൻ തന്നെയാണ് MDMA എല്ലാം പഠിച്ചതാണ്. ഓക്കെ. അടുത്തത് ഇനി എന്താ? പ്രേമ നൈരാശ്യമുള്ള ആള്. പ്രണയ നൈരാശ്യം. ഓക്കെ 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 ഓക്കെ. എന്താണ് സക്ക താങ്കളുടെ പ്രശ്നം? പറയൂ. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. കഴിവില്ലാത്തോണ്ടായിരിക്കും. അതല്ല അങ്ങനെ അങ്ങനെ ആയിരിക്കാതിരിക്കാൻ കുഴപ്പമില്ല. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇങ്ങനെ എല്ലാം ഉണ്ടല്ലോ, എന്തിനും കുറവല്ലോ ഉണ്ടാ? കുറവില്ലല്ലോ. അനാവശ്യം മുൻപൂരി കാണിച്ചില്ലേ ഞാൻ? എപ്പോഴും ഇങ്ങനെ ഒരു വിഷമം വരുന്നത്. എല്ലാം കുഴപ്പമില്ല ശരിയാവൂടാ, നമ്മളൊക്കെ ഇല്ലേടാ കൂടെ. അതിന്റെ കാര്യമല്ല, മനസ്സിന്റെ കാര്യം ഞാൻ പറയുന്നത്. മനസ്സിന്റെ കാര്യം എല്ലാം ഉണ്ട്. അത്രയൊക്കെ വിഷം വന്നങ്ങ് ചത്ത് കളയണം. പിന്നെ നോക്കല്ലേ, പ്ലീസ് സൂയിസൈഡ് പ്ലീസ് ബ്രോ. ഡോക്ടർ അല്ലേ? കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ കൂടെ. ഞാനല്ലാതെ പിന്നെ ആര്? പേടിക്കണം, ഞാനുണ്ട്. അണ്ണാ ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട്. ഇത് എങ്ങനെ സോൾവ് ആയെന്ന് പറയണം. അവന് സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലേ? അവൻ ചാവൂലേ? അപ്പൊ മാറിയല്ലേ? എങ്കിൽ പിന്നെ ഒരു സംശയം കൊണ്ടിട്ട് വാസവൻ, എങ്കിൽ പിന്നെ ഡോക്ടറെ ഞങ്ങളുടെ ജോക്കിയുടെ ഈ സ്ത്രീ വിരുദ്ധത ഒന്ന് ഡോക്ടറിന് മാറ്റാൻ പറ്റുമോ? നോക്കട്ടെ. നോക്കട്ടെ. ഡോക്ടർ വരും, കടന്നു വരും. ജോക്കിയണ്ണ ഹലോ. ഹലോ. എന്താണ് ജോക്കിയണ്ണന്റെ പ്രശ്നം? പറയൂ. അങ്ങ് ക്ഷീണമാന്നേ. അപ്പൊ പിന്നെ പെണ്ണില്ലായിരിക്കുന്നല്ലോ നല്ലത്. അതല്ല, മനസ്സിന് ക്ഷീണമാണ്. മാനസികം. ഓക്കെ. മാനസിക ക്ഷീണമൊക്കെ ആക്ച്വലി ശബ്ദം പോണത്. ശബ്ദം പോന്നെ മോനെ. നിന്റെ ശബ്ദം പോണ്. അത് മാറ്റിയൊക്കെ നല്ല വഴി, സിമ്പിൾ ആണ്, എളുപ്പമാണ്. ഇല്ലടാ, നിന്റെ സൗണ്ട് ഇല്ലടാ. സൗണ്ട് കേൾക്കണില്ല നമുക്ക്. ഹലോ. അല്ലല്ല, അത് കൈ വന്നേ, അറിയാതെ കൈ വന്നേ. പറഞ്ഞോ. ഇത് ബേസിക്കലി മാറ്റിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അണ്ണു നമ്മളിവിടെ വള്ളിയൊക്കെ പിടിക്കാൻ മുമ്പ് കൊണ്ട് വന്നാൽ എല്ലാം നമ്മളൊക്കെ ഇല്ല അണ്ണു, നമ്മളല്ലാതെ പറയുന്ന ഒന്നും കേൾക്കണില്ലടാ. ഏവലെ നിന്റെ നെറ്റ് എന്തോ പറ്റി. ഡോക്ടർ ബ്രേക്ക് കൊടുക്കാം. ഡോക്ടർ തോൽവി സംഭവിച്ചത്. ഡോക്ടർ എന്താ സെറ്റ് ചെയ്യാൻ പോയ കേട്ടാ. ഡോക്ടർ നിങ്ങളെ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്തോ? ലാസ്റ്റ് കണ്ടിന്യൂ. അണ്ണാ ബേസിക്കലി നമ്മുടെ ലാസ്റ്റ് സംഭവങ്ങളുണ്ട്, ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. കുറച്ചുകൂടെ സൗണ്ട് കൂടെ അടുത്തോട്ട് വെക്കോ. കുറച്ചുകൂടെ അടുത്തോട്ട് വെക്കോ. ലാസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടോൾ ബൂത്ത് ആണ്. സിറ്റിയിൽ ആവശ്യമില്ലാതെ കുറെ ടോൾ ബൂത്തുകൾ. ഇത് ഗവൺമെന്റിന് ഒരു ഉപയോഗമില്ല, നമുക്ക് പറഞ്ഞാൽ കയ്യേറാം. എന്നാൽ അതിനകത്ത് നാട്ടുകാരെ പൈസ പിരിച്ചിരിക്കാം. ഏത് എളുപ്പമുള്ള പരിപാടിയാ, നിനക്കേടുമില്ല. ഇതൊരു പ്രോഡക്റ്റ് ആണ് മോനെ, വേണ്ടേ? ഇല്ല, നമുക്ക് അങ്ങനെയല്ല. ഈ രണ്ട് ഐഡിയ അടിപൊളിയാണ്. ഇത് ഈ രണ്ട് ഐഡിയ കൊള്ളാം. ഒരു മാസം ഓയ കൊള്ളാല്ലേ? ഒരു കൈയടി. നല്ല പ്രസന്റേഷൻ, നല്ല പ്രസന്റേഷൻ, ബ്രില്യന്റ് ഐഡിയ. എസ്പെഷ്യലി ആ വീഡിയോ. പിന്നെ AI, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വാസുവിന്റെ ദർശനയുടെ ഒക്കെ AI ആയിരുന്നു. സത്യമായിട്ടുള്ള കാര്യമല്ലത്. കൊള്ളാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു അത്. ഇത് ഏടെ കാലമല്ലേ ആണോ, അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ AI-ലോട്ട്. ബ്രില്യന്റ്. ഒരു രക്ഷയില്ല. കിടില. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല നിന്റെ അടുത്ത് നിന്ന്. കിടിലം, അടിപൊളി. അല്ല, നിങ്ങൾ 4 പേരും അടിപൊളി. നമുക്ക് റോളൊന്നുമില്ല, നമുക്ക് ബാക്കിൽ ആഡ് റൺ ചെയ്യാനാണ് പറഞ്ഞേക്കണത്. പക്ഷെ അത് നീ നന്നായിട്ട് ചെയ്തു. അടിപൊളിയായിട്ട് ചെയ്തു. ഇതിന്റെ ലാസ്റ്റിലത്തെ ഒരു വീഡിയോ ഉണ്ടോ? ഇല്ലല്ലോ, ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു.
ഒരു ഫോട്ടോ ഫോട്ടോ മറ്റേ അല്ല കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഞങ്ങള് നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി അല്ലേ? അത് നമ്മൾ അറിയിക്കാം. പ്രിയപ്പെട്ട എല്ലാ ജഡ്ജസിനും നമ്മുടെ നന്ദി, നമസ്കാരം. നമ്മുടെ ബാക്കിലൂടെ ഓക്കെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അയ്യോ ബ്രില്യന്റ് പ്രസന്റേഷൻ വാസു, ബ്രില്യന്റ്, അപ്പൊ അമേസിംഗ്. ഇത് എന്തുവാ ഇത്? എന്താണിത്? അത് ആഡ് പ്ലേ ആയിക്കൊണ്ടിരിക്കും. വേടല്ലേ സഞ്ചരിക്കുന്ന ഒരു ഇതെന്താ നൃത്തത്തില്ലേ ഇത്? ബ്രില്യന്റ് പ്രസന്റേഷൻ, ബ്രില്യന്റ്. സത്യമല്ലേ? സത്യം. അതെ, ഒരു തരത്തിൽ ശരിയാ ചോക്കി. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ എത്ര എണ്ണം പ്രേമമുണ്ട്. പ്രൈവസി വേണ്ടേടാ, പ്രൈവസി ഇല്ലല്ലോ. ഇതാകുമ്പോ മലയിലും പഞ്ചായത്തിലും കണക്റ്റിലും ഒന്നും പോകണ്ടല്ലോ. പിന്നെ ഇത് കൊള്ളാം, ബ്രില്യന്റ് ഐഡിയ. നമ്മൾ ഇതിനെ പറ്റി ഇത്ര നാൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അത് കൊള്ളാം കേട്ടോ. നമുക്ക് പെണ്ണില്ല. അപ്പാ പെണ്ണുണ്ടല്ലാണ് ബിസിനസ് നടത്തണ്ടേ അപ്പാ? സഞ്ചരിക്കുന്ന അഡ്വർടൈസ്മെന്റ് അല്ലേ അത്? അത് കൊള്ളാം, അതാണ് ക്യാച്ചി. ഓയാ അപ്പൊ നമുക്ക് അടുത്ത ആളെ വിളിക്കാം. സ്കോർ കൊടുക്കണ്ടേ വാസുവിന്? അല്ലല്ല, അതൊക്കെ നമുക്ക് ലാസ്റ്റ് റേഡിയോ. സോ അടുത്ത ടീം റെഡിയാണോ? ആരാണ് റെഡി? ബാക്കിയല്ല, അത് ടീം ഷാർജ റെഡിയാണോ? ഷാർജ അല്ല, ഒരാള് കൂടി വരാണ്ട്. അത് ഇറങ്ങി പോയിക്കാം. ചൈന ടൗൺ റെഡിയാണോ? ചൈന ടൗൺ വാസു ശരവണ ഭവൻ റെഡിയാണോ ചോദിക്കടാ. ഓരോരുത്തരത്ത് വിളിക്കാൻ SRK അപ്പുക്കുട്ടൻ റെസ്പോണ്ട്. ഹലോ ഞങ്ങള് അമ്പത്തൂരത്ത് വരാണ്ടേ. ടീം ബേബി. ഞാനൊരു കാര്യം പറയട്ടെ എടോ, പെണ്ണ് കെട്ടിക്കറ കേട്ടോ. അപ്പൊ എന്നാ SMS എന്റർപ്രൈസ്, പൊട്ടി സാവേജ്, മന്ദാരം, സ്നൈപ്പ്. പിന്നെ നമ്മള് വേറൊരു മോഡലിനെ ഇറക്കിയിട്ടുള്ളതാണ്. അതേടാ ഒരു പേഷ്യൻസ് ഇല്ലാത്ത വരുന്നുണ്ട്. അവരുടെ പ്രസന്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് മതിയെ നമുക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നത് കേട്ടാ. പ്രസന്റേഷൻ അത്രേ ഉള്ളൂ. ഒന്ന് ഗോവയ്ക്ക് ട്രിപ്പ് പോകാൻ വരുന്ന. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ ശബ്ദം കേൾക്കുന്നില്ല മക്കളെ. ഞാനൊരു കാര്യം പറയട്ടെ. മിസ്റ്റർ ആരൊക്കെയാ പേരെന്ന് പറയാവോ? ഇത് ഗോവയ്ക്ക് ട്രിപ്പ് വല്ലതും പോകണോ? പറഞ്ഞോളൂ. നിങ്ങൾ ഒരാളില്ലല്ലോ? സാധാരണ ആകിലാണോ ഇത്? നമ്മളിങ്ങനെ തൊടി വരുന്നതേ നോക്കണ്ട. എന്ത് വികൃതാണ് ഈ ചേട്ടൻ. ഒരു ഡിസൈനും ഇല്ല അണ്ണാ. കേക്ക് എന്ത് വികൃതമാണ് ഈ ചട്ടി. കാണാൻ തന്നെ ഒരു രസമുണ്ടാണ് ഇത്. ഒരു ഹോസ്റ്റ് എടുത്ത് കൊണ്ടുപോയ പോലെ എന്ത് ഒരു വൃത്തിയില്ലാത്തൊരു ചട്ടി. സത്യം. ഇതിന് പകരം നമ്മുടെ ഒരു പുതിയ ഐഡിയ ഉണ്ടെണ്ണ. കറക്റ്റ് ഇവിടെ ഗാങ്ങിന്റെ ലോഗോ വരുന്ന ഒരു ചട്ടി. പിന്നെ എക്സ്ക്ലൂസീവ് ഡ്രോപ്പ് ആയിട്ട് അണ്ണന്റെ തലയുള്ളതും ജോക്കിയുടെ തലയുള്ളത്. അങ്ങനെ 2-3 തരം ബാക്കില്. അതിന് പിന്നെ നമ്മള് മോഡലിനെ ഒന്ന് വിളിക്കട്ടാണ്. നമ്മുടെ ബന്ദിയോട് കരിമ്പുലി നമ്മള് മോഡലിനെ വിളിച്ചാണ് ആ ഒരു ഇത് മനസ്സിലാവും. ബന്ദിയോട് കരിമ്പുലി കാട്ടി തോന്നിയാ ഇപ്പൊ കാട് എന്താണ് തല്ലെന്ന് ബ്ലൈഡാ അവന്റെ തലയില്. ജെട്ടി കംഫർട്ടബിൾ ആണ്. കുട്ടികൾ പമ്പേഴ്സ് ഇടുന്ന പോലെ ആയിരിക്കും. നമ്പർ 1 പമ്പേഴ്സ് അല്ല പാമ്പേഴ്സ്. തിരുത്തണ്ടേ നമ്മൾ? ഇനിയാണ് ഇത് നമ്മുടെ മോഡൽ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പൊ കൂടെ വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. അതിനൊരു വീഡിയോ കൂടി ഉണ്ട്.
ഓക്കെ എവിടെ ആടെവിടെ എന്താ ആടിനെ കൊണ്ട് എവിടെ ആടെവിടെ ആടല്ലടാ ആഡ്. ലേറ്റ് ആയിട്ട് വന്നിട്ട് ഊള തമാശ അടിക്കരുതേ കേട്ടാ. അവന്റെ അവന്റെ മീശ കിടന്ന് ഊഞ്ഞാലാടാ അത്രയ്ക്കുണ്ട്. സോറി, അതൊന്ന് പ്ലേ ചെയ്യാം, എനിക്കതൊന്ന് കാണണം മിസ്റ്റർ വാസു. അണ്ണാ മിസ്റ്റർ വാസുവിനെ പ്ലേ ചെയ്യിപ്പിച്ചു ഇപ്പൊ. മൊത്തം ടാറുകളാടാ. ചന്ദ്രൻ മോഡലാണല്ലേ? ഓക്കെ. ഓ പേടിയാണ്. വിലത്തൂച്ചാം ഗുണം മെച്ചം. വള്ളികളുടെയും ഹോസ്റ്റേജുകളുടെയും നാടായ എക്സ്ലാൻഡിസിൽ നിന്നും മറ്റൊരു ജെട്ടി, SMS ജെട്ടി. എക്സ്ലാൻഡിസിന്റെ സ്വന്തം ജെട്ടി. ഇരിക്കത്തിനും മുറുക്കത്തിനും എക്സ്ലാൻഡിസിന്റെ സ്വന്തം ജെട്ടി, SMS ജെട്ടി. ചങ്കേ കരളെ എനിക്ക് നമ്മുടെ സ്വന്തം ജെട്ടി, SMS ജെട്ടി. ആ മറ്റേ ടബിലിരുന്ന് അപ്പാപ്പനാണോ? ആ മെയിൻ മോഡൽ വില്ലം ബ്രോ ഇല്ലേ? അല്ലേ അണ്ണു അടുത്ത 2 ആഴ്ചത്തേക്ക് ഗ്യാങ്സിലോട്ട് ഫ്രീ ആണ് 3 പേർക്ക്. ജെട്ടിയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലല്ല ഒരു ഓക്കെ. അതായത് ഈ 2 ബിസിനസ്സും ഒന്നിച്ച് കൊണ്ടാണ് പ്രൊഡക്റ്റ് ആണത്. അതെന്താണ്? അതായത് നമ്മള് ഒരു ബാർ നമ്മള് തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ്. അതായത് ഈ സിറ്റിയിൽ പ്രേമ നൈരാശ്യം ഉള്ളവരുണ്ട്, ബാറ് തൂറി മെഴുകുന്നവരുണ്ട്. ഇവരൊക്കെ വിഷമിച്ചിരിക്കുമ്പോ എന്ത് ചെയ്യണ്ടാ? ഇവർക്ക് വേണ്ടി വളരെ തുറന്ന ഇതിൽ മദ്യപിക്കാൻ ഒരു ബാറ്. പ്ലസ് നമ്മുടെ ജെട്ടിയിട്ട് പോയി എലാസ്റ്റിക് കാണിക്കുവാണെങ്കിൽ 10% ഓഫും മിച്ചറും ഗ്ലാസും ഫ്രീ. അതാണ് നമ്മുടെ ഈ ജെട്ടി മാർക്കറ്റ് ചെയ്യാൻ ബാർ തുടങ്ങാന്ന് പറഞ്ഞാൽ അത് വലിയ എക്സ്പെൻസ് ഉള്ള പരിപാടി. ബാർ തുടങ്ങിയാൽ ജെട്ടി മാർക്കറ്റ് ചെയ്യാം. അതെ, അത് സ്ക്രാച്ച് ആൻഡ് കൂപ്പൺ ഉണ്ട്. അതിലൂടെ നമ്മുടെ മോഡൽ 1 ഡേ സ്പെൻഡ് ചെയ്യാം. ഒരു കാര്യം പറയട്ടെ, നടക്കി തന്നെ മാറ്റി അവൻ തിരിഞ്ഞിരിക്കാൻ ജെട്ടി കാണിച്ചു. മോഡലിലൂടെ 1 ഡേ ഈ ജെട്ടി കസ്റ്റമൈസബിൾ ആണ്, നമുക്ക് ആരുടെ വേണേലും തല വെക്കാം. വേണ്ട, നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് വേണം. ഞാനൊരു ഇത് വേണേ കാണിച്ചു തരാ. ഓക്കെ, ഒരു ഇത് കാണിച്ചു തരാം, ഫോട്ടോ വേണേ കാണിച്ചു തരാം. ഓക്കെ. മോഡൽ ഓക്കെ അല്ലേ? കത്തിയിലല്ലേ നമ്മളിവിടെ മോഡൽ കരിമ്പലിയാ പോലെ ജോക്കി. ഒരു വിധത്തില് ഇവര് പറയുന്നത് ശരിയാ ജോക്കി, ഒന്ന് ആലോചിച്ച്. ഇതെന്താണിത്? അല്ല ജോക്കി, ഒരു വിധത്തിൽ ഇവര് പറയണ ശരിയാ ജോക്കി, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് ഗ്യാങ്ങിൽ ഒരാളെ ഹോസ്റ്റേജ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ ജട്ടിപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ അപ്പി ജട്ടി ഇട്ട് നിൽക്കുന്നത് ഒരു ഗ്യാങ്ങിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി നല്ല ജട്ടി ഇട്ട് നിൽക്കുകയാണെങ്കിൽ ഗ്യാങ്ങിന് ഒരു പ്രൗഢിയല്ലേ അത്. മൂലത്തിൽ ഇനി ആ ജട്ടി കണ്ടിട്ട് ആ സിമ്പിൾ ഉണ്ടാവും, അവർക്ക് പേടിക്കാൻ കൂടി പറ്റിയാലോ? കൊലപതിയാ ജട്ടി പ്രസൻസ് കാണുന്നില്ല. ഇത് പക്ഷെ കാണാൻ പറ്റില്ല കേട്ടോ, ജട്ടി മാത്രം കാണുന്നില്ല. അടുത്ത ഫോട്ടോ ഉണ്ട്, ഒരുപാടുണ്ടോ നമുക്ക്. നിങ്ങളുടെ കൂട്ടത്തില് സ്നൈപ്പ് വന്നില്ലല്ലേ?
ഇല്ല ഇല്ല കേട്ടോ ഇല്ല. നിങ്ങളുടെ മോഡൽ എന്താ ക്യാൻറ്റീൻമാന്റെ മുട്ട കഴിച്ചിട്ടാണ് തോന്നിരിക്കുന്നത്? മോഡല് പറയല്ലേ ചന്ദ്ര. ബോഡി ഷെയിം ചെയ്യല്ലേ ചന്ദ്രു? കാലിലെന്താ സോക്സ് സോക്സ് കീറിപ്പോയതാണോ? കാണാം തലൈവെട്ടും ജട്ടി. എനിക്ക് ഫ്രണ്ട് നോ സിഗ്നലാണ് കാണിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പല രീതിയിൽ പല ഗ്യാങ്ങിലും അൺലീഷ് ദ ബീസ്റ്റാ. അതാണ് നമ്മുടെ ഇത്. അത് കൊള്ളാം കേട്ടോ. അന്ന് മോഡലാക്കുവാണെങ്കിൽ നമുക്ക് ജോക്കിയാണ് സത്യം. പക്ഷെ ഫ്രണ്ടുള്ള ആരും പൊന്തിച്ച കാണൂല. പക്ഷെ ഇത്ര നമ്മളെ ഇത്ര നിങ്ങക്ക് ഫ്രണ്ടിലോട്ട് വരാം. നമ്മൾ ഇത്ര കടന്ന് ചിന്തിച്ചില്ലായിരുന്നു. പക്ഷെ ഐഡിയ കൊള്ളാം. പക്ഷെ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പം സിറ്റിസൺസിനും ഈ ഗ്യാങ്ങിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ലാഭം കൊയ്യാം. അണ്ണാ ഉണ്ട് ദേ ഈ മോഡൽ ഇട്ടിരിക്കുന്നില്ലേ, ഹാർട്ടുള്ള ജട്ടി കണ്ടിട്ടുണ്ടോ? ഇത് പോരെ, ഇത് പെമ്പിള്ളയുടെ ഇവ പെണ്ണാന്ന് വയ്യാന്ന്. സെക്സാ സെക്സിയോ യൂണിസെക്സാ? അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ എന്തായാലും കൊള്ളാടാ. നമ്മള് ഏറ്റവും ലാസ്റ്റില് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മള് കയ്യിലെടുത്ത് നടന്ന് വിൽക്കും. ഇവൻ ദോശക്കല്ലേ അല്ല നിങ്ങള് എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഒരു പ്രോജക്റ്റിന്? നിങ്ങൾ ചെറിയ പൈസ എലാസ്റ്റിക് അല്ല എന്നാലും എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും? 100 കോടി. ബാറും കൂടെ വേണല്ലോ. ശരിയാ. ബാറും കൂടെ തുടങ്ങാൻ 100 കോടി രൂപ മതിയോ? മതി. ചെറിയ സെറ്റപ്പ് ചെയ്യുമ്പോ തുടങ്ങണ്ട. ചെറിയ സെറ്റപ്പ് ഇവിടെ ഇതിപ്പോ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഇപ്പൊ വാസോണിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ബിസിനസ് അണ്ണൂര് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി വിചാരിച്ചോ. അപ്പൊ വേണമെങ്കിൽ അണ്ണൂന് അത് 50 കോടി കൊടുത്തോണ്ടെങ്കിൽ അണ്ണൂന് പിന്നെ ഇവന്റെ ഇത് പറയരുത്. കൊള്ളാം മോനെ, കൊള്ളാം. നല്ല മോഡൽ ഉണ്ടല്ലോ ഇവന്റെ ദോശക്കല്ലേ മോങ് വെച്ചിട്ടാ കൊണ്ടുവന്നവനെ. ഇത് ഫാഷൻ. ഇത് ഏതോ മാമ ഇവിടെ ഫുഡ് കഴിക്കുന്ന റോഡില്. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ വിളിച്ച് ബാക്കി കാര്യങ്ങൾ പറയാം. താങ്ക് യു സോ മച്ച്. എന്റർപ്രൈസ്. അണ്ണാ ഫ്ലഡ് ഉള്ള സമയത്ത് റോഡിൽ കൂടി എല്ലാം പോയാലേ ഷാർക്ക് എന്ന് പറഞ്ഞ ആൾക്കാരെ പിടിച്ചു കയറ്റും. അപ്പൊ തന്നെ അല്ലാണ്ട് അവന്റെ ഷാർക്ക് ഫിന്നാ അതിന്റെ തലയില്. എടാ ഞാൻ പിന്നെ ജോക്കി ഞാൻ അന്നേരം പറഞ്ഞതെന്ന് വെച്ചാ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്തെ നമ്മള് കറക്ഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും. അവരുടെ ഫ്ലോ പോകും ജോക്കി. അതാ ഞാൻ പറഞ്ഞത്. അവര് പ്രസന്റേഷൻ സമയം നമ്മളൊന്നും പറയണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അതാണ് നല്ലത്. ആക്ച്വലി നമുക്ക് ആ ഓയ ബിസിനസിന്റെ കൂടെ ഇവരുടെ ജട്ടി ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതെ, തൊട്ട് വെളിയിലായിട്ട് ഈ കട പറ്റിയണോ അല്ലേ? എനിക്ക് ആ ഓയ ബിസിനസ്സിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ട് ഒരു കാര്യമുണ്ട്. എന്താ അപ്പൊ ശ്രദ്ധിച്ചായിരുന്നോ? ഒരിക്കലും കുലുങ്ങാത്ത കട്ടിൽ, അതിന്റെ ആ ബിൽഡിംഗ് സ്ട്രക്ചർ കണ്ടായിരുന്നോ? പൊളിയല്ലായിരുന്നോ? പോലും ഇല്ല. പക്ഷെ ഇത് നമ്മുടെ എക്സാൻഡിച്ച് വെക്കുമ്പോ ചിലപ്പോ അനങ്ങും. നിനക്കൊന്നും അനക്കാൻ എന്തായാലും പറ്റൂല. അത് പറഞ്ഞത് എന്നാ ഇവിടെ അടുത്ത ആരാ റെഡി? ഞങ്ങൾ റെഡിയാ. ബേബീസ്. ഓക്കെ, അടുത്തതായി ടീം ബേബി, LX2, ജുഗ്രു, മോബി. എനിക്ക് പ്രതീക്ഷയുള്ള ഒരു കൂട്ടമാണ് അവസാനം ഇത്. ആണോ? ഇവരെ ബിസിനസ് ചിലപ്പോ ഞാൻ എടുക്കും, കാരണം എന്റെ അത്ര ബാക്കപ്പ് ഉണ്ട്. ആണല്ലേ? അപ്പൊ പിന്നെ നീ അതെടുത്തോ. ഒരു ഐഡിയ നോക്കിട്ട് ഞാൻ പ്രൊസീഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഏത് വേണോ അത്? തമിഴല്ലേ പറഞ്ഞേ? ആരായിരിക്കും ഓടിച്ചു വിടണേ ഇവിടുന്ന്? വെൽ ഡ്രസ്ഡ് ഇംപ്രസ്ഡ്. നിങ്ങളാണ് ഈ കൂട്ടത്തിലെ ഒരു ബിസിനസ് മീറ്റിംഗിന് വരിക എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ് ഇട്ടുള്ളത്. കൊള്ളാം, നൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം.
അപ്പം ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നിരുന്നത് നമ്മുടെ കുറച്ച് ലൈക്ക് കുറച്ച് നിക്കറ. ഹലോ, അതിപ്പോ നിങ്ങളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. സർ വി ആർ ടീം ബേബി. ടീം ബേബി. ഓക്കെ. Me Jugru, these are my partners, Okay. Alexu and Smobby. Okay. കേക്കാം. ഹലോ കേക്കാം. നമ്മള് രണ്ട് സൈഡും ഈ ലീഗൽ ആൻഡ് ഇല്ലീഗൽ സൈഡാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ. അതുപോലെ നമുക്ക് ഇല്ലീഗലിയും തുടങ്ങാം. അത് നമ്മുടെ എന്റെ പാർട്ട്ണറായ അലക്സ് ഓക്കെ പറയും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഗ്യാങ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് തന്നെയാണ്. ഓക്കെ. അതായത് നമ്മളെല്ലാവരും ഗൺസ് യൂസ് ചെയ്യും. അതെ. വെടിവെക്കാൻ. അപ്പം വെടിവെച്ച് കുറെ കഴിയുമ്പോ അതിന്റെ ഡ്യൂറബിലിറ്റി തീരും. ഓക്കെ. സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കളയും. പക്ഷെ അത്ര വാല്യൂബിൾ ആയിട്ടുള്ള ഇതിന്റെ ഡ്യൂറബിലിറ്റി തീരുന്ന പറയുന്നത് തീർന്നിട്ട് കളയുന്ന നല്ലതാണ്. ഞാൻ ഇപ്പൊ അതായത് അതിന്റെ ബോഡി എല്ലാം ഉണ്ട് നമ്മുടെ കയ്യില്, മനസ്സിലായോ? അപ്പം ഡ്യൂറബിലിറ്റി തീർന്നു പറഞ്ഞത് ചുമ്മാ കളയുന്ന നല്ലതാണ്. അല്ല. അപ്പം നമ്മള് ഇതിന്റെ ഒരു റിപ്പയർ സെക്ഷൻ ആണ് ആലോചിക്കുന്നത്. ഡ്യൂറബിലിറ്റി തീർന്ന ഗൺസ് നമ്മൾ റിപ്പയർ ചെയ്യും. റിപ്പയർ ചെയ്തിട്ട് ഈ റിപ്പയർ ചെയ്യുന്ന ഗൺസ് നമ്മൾ മിസ്റ്റർ എക്സിന് തന്നെ കൊടുക്കാൻ ശ്രമിക്കും. മിസ്റ്റർ എക്സ് ഇപ്പം നിലവിൽ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് പുറത്തുനിന്നാണ്. ഓരോ വട്ടം അവരെടുക്കുമ്പോഴും അതിന് ഓരോ സീരിയൽ നമ്പറാണ്. ഓക്കെ. അവര് തന്നെ ഒരിടയ്ക്ക് നമ്മുടെ അടുത്ത് അഡ്രസ് ചെയ്തായിരുന്നു ഗൺസ് പുറത്തോട്ട് പോകുന്നത്. ഓക്കെ. അപ്പം അവർക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എന്താ പറയുന്നത് സാധനത്തിന്റെ പേരെന്തായിരുന്നു? സീരിയൽ നമ്പർ എന്ന്. അപ്പം അവർക്ക് നോക്കിയെടുക്കേണ്ടി വരും ഇതിൽ ഏത് സീരിയൽ നമ്പരാ പോയെന്ന്. ഇപ്പൊ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സീരിയൽ നമ്പറിന് ഒരു വ്യത്യാസം വരില്ല. അപ്പം നമ്മൾ ഇതേ സാധനം തന്നെ മിസ്റ്റർ എക്സ് പുറത്തുനിന്ന് എടുക്കുന്നതിനെക്കാട്ടും റേറ്റ് കുറവിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഗ്യാങ്സിന്റെ കയ്യിൽ നിന്ന് ഡ്യൂറബിലിറ്റി തീർന്ന ഗൺസ് ചെറിയ വിലക്ക് നമ്മൾ എടുക്കുന്നു. ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് അണ്ടി ഫാക്ടറിയുടെ മറവിൽ ഇതിന്റെ ബിസിനസ് ചെയ്യാനാണ്. ഈ ബിസിനസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഡീൽ. അപ്പൊ അത് ചെയ്തു തരാൻ പറ്റുമോ? താങ്കൾ ഇതിവിടെ ഈ ഗണ്ണ് എങ്ങനെയാണ് റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിന് മറ്റേ വെല്ലുപുള്ളി ആയ നമ്മുടെ സിറ്റിയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ മുടി നരച്ച നമ്മുടെ അപ്പാപ്പൻ എന്ന് പറഞ്ഞ വ്യക്തി സഹായിക്കണം. അതല്ല ചോദ്യം. ചോദ്യം അതല്ല. താങ്കളുടെ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ ഗണ്ണ് റിപ്പയർ ചെയ്യണ്ടേ? അതെ. അത് നിങ്ങൾ എങ്ങനെയാണ് റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഫാക്ടറി വെക്കും. എന്നിട്ട് ഫാക്ടറിയിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ സ്ക്രൂ ഒക്കെ ഇങ്ങനെ ഊരി ഓരോ സാധനമൊക്കെ ടൈറ്റ് ചെയ്ത് ക്ലാവൊക്കെ കളഞ്ഞ്. ഈ ഗണ്ണിന്റെ എന്ത് തീർന്നപ്പോഴാണ് ഇതിന്റെ ഇത് നിന്ന് വെടിവെക്കാൻ നേരത്ത് ഓരോ വെടിക്കും കുറച്ച് ഓയിൽ വീതം ഇങ്ങനെ പോവും. ഗൺ പൗഡേഴ്സും ഇതും അപ്പോഴത്തേക്ക് നമ്മൾ അത് റീഫിൽ ചെയ്ത് ചെറിയ വിലക്ക് ഇത് റീഫിൽ ചെയ്ത് നമ്മൾ അത്യാവശ്യം ഒരു ഹൈ റേറ്റിന് മിസ്റ്റർ എക്സിന് തിരിച്ചു കൊടുക്കും. തിരിച്ച് ഫുള്ളാക്കും. സീരിയൽ നമ്പർ മാറും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ സാധനം മിസ്റ്റർ എക്സിന് പകരം നമ്മൾ എടുക്കുമെന്ന്, അതായത് ഈ സാധനം എന്താണ് നമ്മൾ മിസ്റ്റർ എക്സിന് മാത്രം കൊടുക്കുമെന്നുള്ള മാത്രം കൊടുക്കുന്നതാണ് നമുക്ക്. കാരണം മിസ്റ്റർ എക്സ് അല്ല വേറെ സിറ്റിയില്. എടാ ഞാൻ അല്ല, വേറൊരു കാര്യമുണ്ട്, വേറൊരു ഐഡിയ ഉണ്ട്. ഞാൻ പറയണത് ഈ ഗൺസ് എന്തായാലും മിസ്റ്റർ എക്സ് വിറ്റതാണ്. അപ്പൊ ഇത് നമുക്ക് ഇല്ലീഗലായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇത് തിരിച്ച് മിസ്റ്റർ എക്സിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം സീരിയൽ നമ്പർ ആരെല്ലാം കയ്യിൽ നിന്ന് പിടിച്ച് ചെക്ക് ചെയ്താലും ഇത് മിസ്റ്റർ എക്സ് തന്നെ പറയുമല്ലോ ഇത് ഞങ്ങൾ തന്നെ വിറ്റ ഗണ്ണാണെന്ന്. പിന്നെ നമുക്ക് ആർക്ക് കൊടുക്കുന്നില്ല എന്താ? വൺസ് അത് മിസ്റ്റർ എക്സിൽ നിന്ന് തന്നെയല്ലേ റിലീസ് ആയത്. അത് ശരിയാണ്, പക്ഷെ സേഫ്റ്റി സൈഡ് മിസ്റ്റർ എക്സിന് തന്നെ കൊടുക്കുന്നതായിരിക്കും. അല്ല, ഇതിപ്പോ നിങ്ങൾ വാങ്ങുന്ന മെത്തേഡ് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ മിസ്റ്റർ എക്സിനെ കൊണ്ട് തന്നെ ഓരോ ഗ്യാങ്സിന്റെ അടുത്ത് ഇത് റെപ്രസെന്റ് ചെയ്യിപ്പിക്കും. അതായത് മിസ്റ്റർ എക്സിനെ കൊണ്ട് തന്നെ നമ്മൾ ഗ്യാങ്സിന്റെ അടുത്ത് ഈ കാര്യം റെപ്രസെന്റ് ചെയ്യിപ്പിക്കും. അതായത് തീർന്ന ഡ്യൂറബിലിറ്റി ഉള്ള ഗൺസ് TV എന്ന് പറയുന്ന കുടുംബത്തില് ഇന്ന ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരായിട്ട് ഇത് ഡീൽ ചെയ്യാന്ന് പറയും. നമ്മൾ ആ ഗ്യാങ്സിന് ചെറിയൊരു റേറ്റ് കൊടുക്കും. നമ്മൾ കൊടുക്കുന്നത് ബ്ലാക്ക് ആയിരിക്കും. അതായത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ബ്ലാക്ക് ആയിരിക്കും.
നമ്മള് മിസ്റ്റർ എക്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ബ്ലാക്ക് ആയിരിക്കും. ഞങ്ങൾ ഇത് അല്ല തുടങ്ങിയപ്പോ ഞാൻ നമുക്ക് വേറെ കാര്യം ചോദിക്കട്ടെ, എന്തിന് മിസ്റ്റർ എക്സിനെ ഇതിന് ഉപയോഗിക്കണം? ഒന്നാമത്തെ ചോദ്യം. മിസ്റ്റർ രണ്ടാമത്തെ ചോദ്യം തീർന്നില്ല. രണ്ടാമത്തെ ചോദ്യം, ഈ പറയുന്ന ഒരു ഉപയോഗമില്ലാത്ത കണ്ണ് ആൾക്കാർ വെറുതെ കളയുകയാണ് അല്ലേ? അതെ. അപ്പൊ ഈ ഉപയോഗം തീർന്ന കണ്ണ് നിങ്ങൾ എടുക്കാം എന്ന് ഒരു അജ്ഞാതനായി പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആൾക്കാർ കണ്ണ് നിങ്ങളെ കൊണ്ടുതരും അല്ലേ? അതെ, കൊണ്ടുതരും. അപ്പൊ പിന്നെ എന്തിന് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു എന്റിറ്റിനെ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം? കാരണം ഗണ്ണിന് ഓൾറെഡി സീരിയൽ നമ്പർ ഉണ്ട്. അതെ. ആ ഗണ്ണ് നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് എടുക്കാനുള്ള എന്താ പറയാ ഇത് അവൈലബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗണ്ണ് റിപ്പയർ ചെയ്ത് എടുത്ത് ആരാന്നറിയാതെ പലർക്കും നിങ്ങൾക്ക് അത് ബ്ലാക്ക് മാർക്കറ്റിൽ സെല് ചെയ്തൂടെ? കാരണം ഒരു കൊലപാതക കുറ്റത്തിന് ഒരു പോലീസുകാരനെ പിടിച്ചു കഴിഞ്ഞാൽ പോലും ആ സീരിയൽ നമ്പറിന്റെ ഓണറിനായിരിക്കും പ്രശ്നം വരാൻ പോകുന്നത് അല്ലേ? പക്ഷെ ആ സീരിയൽ നമ്പറുള്ള തോക്ക് ഇതേ ഗ്യാങ്സ് തന്നെ നമ്മുടെ കയ്യിൽ തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? അതാണ് ചോദിച്ചത്. അജ്ഞാതനായി, ശ്രദ്ധിച്ചു കേട്ടില്ലേ? അജ്ഞാതനായി നിങ്ങൾ തോക്ക് കളക്ട് ചെയ്താൽ നമ്മള് നമ്പർ 2 അതായത് കൺസൈൻമെന്റ് മിസ്റ്റർ എക്സിന് ഇപ്പോ കൺസൈൻമെന്റ് കുറച്ച് അതിനെ ഗൺ ഷോപ്പ് എന്നുള്ള രീതിയിലാണ് ഉടനെ അത് അങ്ങനത്തെ രീതിയിൽ ഇതാക്കും എന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത്, ഗൺ ഷോപ്പ് എന്നുള്ള രീതിയിൽ ഗ്യാങ്സിന്. അപ്പൊ ഈ മെത്തേഡ് തന്നെ ആയിരിക്കും അത് നിലവിലെ സ്ഥിതികൾ വെച്ചിട്ടാണ് ഈ ബിസിനസ് പറയുന്നത്. അല്ല അപ്പ ഞാൻ വേറെ കാര്യം പറയട്ടെ. ഞാൻ ഇതിൽ മിസ്റ്റർ എക്സിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞുതരാം. എന്തായാലും ഈ ഇതിപ്പം ഇവർക്ക് ഈ സീരിയൽ നമ്പേഴ്സ് കൂടുന്നതൊക്കെ ബേർഡനാ. അപ്പൊ എന്തായാലും വൺസ് ഇത് വന്നു കഴിഞ്ഞാൽ മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പറയണത് പോലെ റീഫർബിഷ്ഡ് ആയിട്ട് വരുന്ന ഗൺസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ അവരുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് വിൽക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഇതിലുള്ള രണ്ട് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മിസ്റ്റർ എക്സ് ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് മിസ്റ്റർ എക്സ് ഈ ഒരു സംഭവം നമുക്ക് എന്തുകൊണ്ട് തരണം? നമ്മളല്ലെങ്കിൽ മറ്റൊരാള് ഇത് ചെയ്യാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐഡിയ അടിപൊളി, ഐഡിയ കൊള്ളാം, നൈസ്, അടിപൊളി. ഇതിന്റെ ഒരു ഫൈനൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് നമുക്ക് റിട്ടേൺ എമൗണ്ട് ആയിട്ട് തരുന്നത് ബ്ലാക്ക് മണി ആയിരിക്കും. ഓക്കെ. അപ്പം ഈ ബ്ലാക്ക് മണി എങ്ങനെ വൈറ്റ് ആക്കുമെന്നായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. നമ്മൾ എന്നിട്ട് സിറ്റിയിൽ ഈ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പം നമുക്കൊരു പേര് കിട്ടി. ഓക്കെ. അപ്പം പുള്ളിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് സെറ്റ് ആക്കി തരാന്നാണ് പറഞ്ഞത്. ആരാണ് പുള്ളി? അതായത് പുള്ളിയുടെ ഒരു ഡീലറിനെ കൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. ഡീലറിന് ഇപ്പൊ നിലവിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് അവരുടെ ഒരു ഹെഡ് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത്, പുള്ളി തന്നെയാണോ ഹെഡ് എന്ന് അറിഞ്ഞൂടാ, അവരുടെ ഒരു ഹെഡ് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഒസാമ എന്ന് പറഞ്ഞ ഒരാളെയാണ്. പുള്ളീനെ കൊണ്ട് നമുക്ക് ഈ ബ്ലാക്ക് ഫുള്ള് വൈറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലീഗൽ ആയിട്ടുള്ള ബിസിനസ്സിൽ അത് അതൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പം നിങ്ങളുടെ ഇല്ലീഗൽ സൈഡ് ഇതാണ്. ഇനി ലീഗൽ സൈഡ് ഒരു ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതെന്താണ്? എന്തെങ്കിലും പ്രസന്റേഷൻ ഉണ്ടോ? ഇല്ല. ഇല്ലീഗൽ നമ്മൾ പ്രസന്റേഷൻസ് ഒന്നും ഇല്ല. ലീഗലിന് പ്രസന്റേഷൻ ഉണ്ടോ? ഓക്കെ, എന്നാ പ്രസന്റേഷൻ ചെയ്തോ. ബേസിക്കലി നമ്മള് സിറ്റിയിലെ സിറ്റിസൺസും ഗ്യാങ് മെമ്പേഴ്സ് ഒക്കെ അനുഭവിക്കുന്ന ഒരു മൈന്യൂട്ട് പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യാനാണ് ഈ ബിസിനസ് കൊണ്ട് ആഗ്രഹിക്കുന്നത്. സിറ്റിയിലെ ഓരോ സിറ്റിസണും ഇപ്പൊ അനുഭവിക്കുന്നത് വണ്ടിയില്ല എന്നൊരു പ്രശ്നമാണ്. വണ്ടി ഇൻബോണ്ടി പോകും. സോ ബേസിക്കലി നമ്മൾ ഒരു റെന്റൽ കമ്പനി തുടങ്ങാം, തക്കുടു റെന്റൽസ്. അതായത് ഓരോരോ ഗാരേജുകൾ, ഹോസ്പിറ്റലുകൾ, അവിടെ നമ്മുടെ ഒരു ഏജന്റ്, അതായത് ഒരു ഷോപ്പ് നമ്മൾ അവിടെ സ്ഥാപിക്കും. അവിടെ നിന്ന് നമുക്ക് ഇത്ര പൈസക്ക് വണ്ടി നമ്മൾ കൊടുക്കും, ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച്. ബാക്കി ഉത്തരവാദിത്തം അവർക്കാണ്. അപ്പൊ വണ്ടി റെന്റ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാല് റിട്ടേൺ ആവും. ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ആവുന്ന രീതിയിലാണോ? ഡ്രൈവർക്കും ഇത്ര നിമിഷത്തിനുള്ളിൽ വണ്ടി തിരിച്ചു കയറിയില്ലെങ്കിൽ വണ്ടി നമ്മൾ തന്നെ സീസ് ചെയ്യും. ഓക്കെ, കൊള്ളാം, നല്ല ഐഡിയ. അതിൽ തന്നെ നമുക്ക് ഭാവിയിൽ അത് ചില്ലാട് പോകേണ്ടവർക്ക്, ചില സമയത്ത് നടന്നു പോകേണ്ടവർക്കും, സൈക്കിളിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. നമുക്ക് ചില്ലാട് താഴെ ആയിട്ടൊരു നമ്മുടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങി സൈക്കിൾ കൊടുക്കാം റെന്റ് ആയിട്ട്. നൈസ്,
ചില ഫാമിലികൾക്ക്, ചില കുടുംബങ്ങൾക്ക്, കുറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഒരുമിച്ച് പോണോന്ന് ആഗ്രഹങ്ങൾ. ഏത് കുടുംബത്തിലുള്ളവന്മാർക്കാണ് മുത്തിരിക്കണത് എനിക്ക് മനസ്സിലായി. ഇല്ല പറഞ്ഞ ഐഡിയാസ് ഇതൊക്കെ ആരുടെ ബുദ്ധിമുട്ടുകളാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആരുടെ ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ളവരുടെ നോക്കുമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന് പ്രസന്റേഷൻ ഉണ്ടോ നിങ്ങക്ക്? നമ്മുടെ തന്നെ പൈസ പോണ കേസല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ച ബിസിനസ് എന്നുള്ള രീതിയിൽ. അല്ല, ഇത് നല്ല ഐഡിയ ആണ് ചന്ദ്ര, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ സിറ്റിസൺസ് കുറെ പേര്, നമ്മുടെ കയ്യിലൊക്കെയാണ് ഈ വണ്ടികളൊക്കെ ഉള്ളത്. സിറ്റിസൺസ് കുറെ പേരുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഈ ആള് കുറഞ്ഞ ഏരിയയിലും മറ്റേ ഈ കാടിലും വീട്ടിലും മറ്റേ ജില്ലയാടിലും എല്ലാം എടുക്കാൻ പറ്റുന്ന രീതിയിൽ മുക്കിലും മുന്നിലും റെന്റല് കിട്ടുന്ന രീതിയിൽ ഇതാക്കാം. ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉള്ളത്. അപ്പൊ കാശ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ ഇത് പോകുന്നത്. അതൊരിക്കലും അങ്ങനെയല്ല. ഓക്കെ. ഇല്ല ചന്ദ്ര, സിറ്റിയിലെ ഒരു 30 ഫാമിലിയിൽ ഒരു 30 പേർക്ക് വണ്ടിയില്ല. ഇപ്പൊ നടന്നാണ് മിക്ക ആൾക്കാരും പോകുന്നത്. മുതുക്കി തന്നെ തെണ്ടലാണ്. വണ്ടിയില്ല. ഓക്കെ, എന്തായാലും നല്ല ഐഡിയ കൊള്ളാം. ചെറിയൊരു പോസ്റ്റർ ഉണ്ട്. കാണിക്കാം. ഡയലോഗ് വേണ്ട. വണ്ടിയും കാത്തു നിൽക്കുന്ന മച്ചാൻ ഇത് ഇപ്പഴും ചട്ടിയാണ് അവിടെ. ഇത് ഞങ്ങളല്ലേ ഇത്? അത് F7 എടുത്ത് കേസ് എല്ലാം നിങ്ങൾ തമാശ രീതിയിലത്തെ ഇതാക്കാതെ സീരിയസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഓരോരുത്തരുടെ ശൈലിയാ. നിങ്ങൾ കമ്പയർ ചെയ്യല്ലേ, എല്ലാം കാണ് പ്ലീസ്. ഇപ്പഴേ കമ്പയർ ചെയ്യല്ലേ. ഇപ്പഴും ചട്ടി തന്നെയാണേ. അയ്യോ, ഗരാജിൽ വണ്ടി ഇല്ലല്ലോ, വണ്ടിയൊക്കെ ഇമ്പോർട്ട് ആയല്ലോ, ഇനി എന്ത് ചെയ്യും? പോയി. ഇത് ആരാ വരയ്ക്കുന്നിരുന്ന്? ദേ തക്കടൂർ റെന്റൽസ്. ഇനി ഒരു വണ്ടി റെന്റ് എടുത്ത് പോകാം. ഓക്കെ, കൊള്ളാം. നൈസ് ഐഡിയ ഗൈസ്. ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും ഈ ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം. ഈ ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങളുടെ ടോട്ടൽ നിങ്ങൾ എത്ര കോടി രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആലോചിക്കുന്നത്? 50 CR. 50 CR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയണ മുക്കിനും മൂലയിലും ഒക്കെ ഇതിന്റെ വണ്ടികളും ബാക്കി കാര്യങ്ങളൊക്കെ ഇറക്കി ഇതിന്റെ മെഷീൻസ് എല്ലാം വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും 50 കോടിക്ക്. എംപ്ലോയീസ് ആണെങ്കിൽ 50 കോടിക്ക് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. വി ആർ റെഡി ടു ഇൻവെസ്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കോപ്പറേറ്റീവ് ആണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കിയിട്ട് പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതല്ല ഇത് കൊള്ളാം പാപ്പാ. ഇതിന്റെ അകത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ കാര്യം പറയാം. ഈ ഐഡിയ സിറ്റിയില് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നമുക്ക് നല്ലൊരെണ്ണം കൊണ്ടുവരാം. ഒരു സെക്കൻഡ് നല്ല രീതിയിലായിരിക്കും. ചന്ദ്ര, ഞാൻ ബാക്കി പറഞ്ഞുതരാം. പക്ഷേ ആ റൈഡിന്റെ കൊള്ളായിരുന്നു. എനിക്കറിയാം ഇതിൽ നിന്നൊരു കഥ തന്നെ വരാനുണ്ട് അപ്പാപ്പ ഇനി. ആണല്ലേ? അതെ, കഥയൊന്നുമില്ല. ഇത് അപ്പാപ്പന്റെ അടുത്ത് ഞാൻ കുറച്ച് നാൾ മുന്നേ സോ അടുത്ത ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. എന്ത് പറ്റി? ചെറുതായിട്ട് നമ്മൾ അറിഞ്ഞു പറഞ്ഞ നമ്മൾ ഐഡിയ ചെറുതായിട്ട് അങ്ങോട്ട് വന്നതാണ് അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പറയാനാണ് വരുന്നത്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണല്ലേ, ഐഡിയ പോയല്ലേ? ഓക്കെ, അപ്പൊ അടുത്തത് ചൈന ടൗൺ റെഡിയാണോ? അല്ലല്ല, നമ്മളിപ്പോ പറഞ്ഞു തരാം. നിങ്ങളാണോ വരുന്നേ? ഓക്കെ, അടുത്തതായി ടീം പൊളപ്പൻസ്, വാറ്റുഗോഗു, രായൻ, നിഞ്ച അടങ്ങിയ ടീം പൊളപ്പൻസ്. വെൽക്കം. നമ്മൾ ആദ്യം പറഞ്ഞത് കേട്ടിട്ടെ എല്ലാവന്മാരും മറ്റേ കോട്ട് സൂട്ട് ഇട്ട് കോട്ട് സൂട്ട് ഇട്ട് കേട്ടാ, മറ്റന്മാര് മാത്രം. അവന്മാര് പക്ഷെ ഗ്യാങ് ഡ്രസ് ഇട്ടോണ്ട് വന്ന് വിളിച്ചിട്ട് പോയി. വിളിച്ചിട്ട് വെയിറ്റർമാരാ. ഇതാണ് ശരവണ ഭവൻ. എനിക്ക് വലിയ ഹോപ്പില്ലേ. പൂണ്ടി ഉള്ളിത്തൈലോ ആണോ? ഹലോ ഹൈറ്റ് സ്ക്രീൻ കൊടുത്താൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കേൾക്കുന്നില്ല.
കേക്കാവോ? ഷൗട്ട് കേക്കാം കേക്കാം. ഡോക്ടേഴ്സ് ആണോ? അപ്പൊ ചവിട്ട എങ്ങനെ എടുത്തത്? കുറച്ച് ഒച്ചത്തിൽ പറയണേ, ഒച്ചത്തിൽ പറയണേ. Sound ഇല്ല, തിരിഞ്ഞു നിക്കണേ വാറ്റെ. കേൾക്കുന്നുണ്ടോ? ഹലോ, കേക്കാം. ഫ്രണ്ടിലോട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വെച്ചോ. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അപ്പൊ താങ്ക് യു ജഡ്ജസ് ഫോർ ഗിവിംഗ് us the opportunity to introduce our business to you wonderful judges. അപ്പൊ നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് മീറ്റ് മിസ്റ്റർ നിഞ്ചു, മീറ്റ് മിസ്റ്റർ രായു ആൻഡ് മീറ്റ് മിസ്റ്റർ വാറ്റു. അപ്പൊ ആദ്യം തന്നെ നമ്മള് പ്രിപ്പയർ ചെയ്ത് വന്നത് തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ഒരു പ്രശ്നം പറ്റി, നമ്മള് വേറൊരു ടീം നമ്മുടെ ഒരു ഐഡിയ ചെറുതായിട്ട് ഇവിടെ അത് നമ്മള് അത് കറക്റ്റിൽ കൊണ്ടുവരാം, മനസ്സിലായി? അപ്പം വെരി വെരി ഡിഫറെന്റ്. സോ പ്ലീസ് one second. ഈ ചുവന്ന തലമുടിയുള്ള ആളൊന്ന് സൈലന്റ് ആയിട്ടിരിക്കണേ, ഇന്ററപ്റ്റ് ചെയ്യല്ലേ പറയുന്ന ആളെ. sorry, it's my business partner, he can talk. Sorry. Okay, മനസ്സിലായി. I know. You continue Vachu. അപ്പൊ നമ്മള് നിങ്ങൾ പറയൂ വാച്ചു. പറഞ്ഞോ. അപ്പൊ നമ്മള് തുടങ്ങുവാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിക്കുകയാണ് നിങ്ങളുടെ ജഡ്ജിന്റെ അടുത്ത്, നമ്മൾ ഇപ്പോ നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണ് പ്രശ്നമായിട്ട് കണ്ടുവരുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? ഏറ്റവും വലിയ അതങ്ങനെ പൊതുസഭയിൽ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നാലും എന്തായാലും ഇവനെ പോലത്തെ കോ ലീഡേഴ്സിനെ ആണ് എനിക്ക് ഇപ്പൊ അങ്ങനെ ഇല്ല. ഇപ്പൊ രായൻ അങ്ങനെ പറഞ്ഞ ഒരു ആവശ്യമില്ല. അവനിപ്പ ഇല്ല. അത് സാറിന്റെ കൈ എടുക്കണമായിരുന്നു. അത് വേറെ അങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല. ആരെ കളിപ്പിക്കണം എന്നാണ് പ്രശ്നം. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞുതരാം. അപ്പോ നമുക്ക് പ്രശ്നമില്ല. ഇപ്പൊ നമുക്ക് പ്രശ്നം നമ്മുടെ ഗ്യാങ്ങിന് പറയട്ടെ. അപ്പോ ഞാൻ തന്നെ ആ ഒരു വീഡിയോയിൽ തന്നെ തുടങ്ങിയിട്ട് നമുക്ക് അതിലോട്ട് വരാം. എങ്ങനെയാണ്? അപ്പൊ നിഞ്ചു അപ്പൊ വന്നില്ലേ? നോക്കണമായിരുന്നോ? വല്ല കാര്യം ഉണ്ടായിരുന്നാ? ഇത് മനഃപൂർവ്വം പ്ലേ ചെയ്യുന്ന കേട്ടോ അവന്മാര്. ഹലോ ഇത് ജഡ്ജസിനെ ഇൻസൾട്ട് ചെയ്യുന്ന കാണാൻ. ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട്. ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ട്. നമുക്ക് ഈ ബിസിനസ് ചേർത്തിയാൽ ഞാൻ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ എടുത്തോളാം. ഇതെന്താ ബിസിനസ് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്? എനിക്ക് മനസ്സിലായി. ഉദാഹരണം ലിങ്ക് മാറിപ്പോയതാണ്, ക്ഷമിക്കണേ. You and who else? You're all just mad you didn't think of it first. You and who else? You're all just mad you didn't think of it first. ഇപ്പൊ ഇത് കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ പ്രശ്നക്കാരായ ബൊബ്ബോയും കണ്ണാപ്പിയൊക്കെ അതെ എന്നും രാവിലെ കേറും, വൈകിട്ട് കയറും, ഉച്ചയ്ക്ക് കയറും. നമ്മൾ ചോറ് കഴിക്കുന്ന പോലെയാണ് അവർ വള്ളി പിടിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ വള്ളി പിടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പോണം അവരുമായിട്ട്. ഫൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? നമ്മൾ ഗണ്ണ് യൂസ് ചെയ്യണം. ഗണ്ണ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ എന്താ? നമുക്ക് കുഴപ്പമില്ല, എതിരെ വരുന്നവര് ചത്തിട്ട് വേണമെങ്കിൽ ഗണ്ണ് പോവാം, ഡ്യൂറബിലിറ്റി പോവാം,
അത് എല്ലാ സൈഡിലും അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഡ്യൂറബിലിറ്റി കൂടുതൽ നമ്മളെ മെയിൻ പ്രശ്നമാണ്, മനസ്സിലായില്ലേ? ഡ്യൂറബിലിറ്റി. സോ നമ്മുടെ ഒരു ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂറബിലിറ്റി ആണ്. സെക്കൻഡ് കൺസേൺ എന്ന് പറയുമ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ നിഞ്ചു? അപ്പൊ ഇത് പറഞ്ഞാൽ കണ്ടില്ലേ? നിങ്ങളെ കണ്ടില്ല, ശ്രദ്ധിച്ച് കണ്ടില്ല. ഒന്ന് പ്ലേ ചെയ്ത് ചന്ദ്ര സൂക്ഷിച്ചാണ്ടാ, സൂക്ഷിച്ചോടാ. നീയാണ് തോക്കെടുത്ത് നടക്കുന്നത്, മനസ്സിലായില്ലേ? ഗ്യാങ് ഹൗസിൽ നിന്ന് തോക്ക് കെട്ടിയിട്ട് പൈസ വാങ്ങിക്കുന്ന നീ. മനസ്സിലായി, ഇപ്പൊ കാര്യം മനസ്സിലായ? ഇതെന്താ ഇത്? ഇത് സത്യം പറഞ്ഞാൽ ഇത് കട്ടോണ്ട് പോണതാണെങ്കിലും അതല്ല നമ്മുടെ കൺസേൺ. ഈ ഡ്യൂറബിലിറ്റി കുറഞ്ഞ ഗൺസ് വെളിയിൽ സിറ്റിസൺസിന് പോയി വിറ്റ് സ്കാം ചെയ്യുന്നവരാണ് കൂടുതൽ നമ്മുടെ എല്ലാ ഫാമിലീസിലും നമ്മൾ കണ്ടുവരുന്നത്, മനസ്സിലായില്ലേ? അതൊരു മെയിൻ കൺസേൺ ആണ്. ഓക്കെ, സോ ഇത് ഞാൻ പറയാം. അതായത് ഇത് ഇനി ഇങ്ങനെ വിൽക്കണതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ എക്സിലുള്ളവര് കണ്ടു കഴിഞ്ഞാൽ കൊണ്ടുപോകും. നമ്മളെ അറിയാതാണ്, നമുക്ക് ഇതൊക്കെ വിൽക്കാൻ പാടില്ല. അപ്പൊ ബാക്കി പറ, ബാക്കി. ഇത് സ്ക്രിപ്റ്റ് വല്ലതും ആണോ? നിങ്ങൾ ഒരാള് പറ, കുറച്ച് ഡയലോഗായിട്ട് പോവല്ലേ? അപ്പോ ഇത് രണ്ടും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, മനസ്സിലായില്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഡ്യൂറബിലിറ്റി ഉള്ള കുറഞ്ഞ ഗൺസ് കൊണ്ടുപോയി സ്കാം ചെയ്ത് ആൾക്കാർക്ക് സെൽ ചെയ്യുന്നു, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചിട്ട് കൊണ്ടുവന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് കാണിക്കാൻ പോകുന്നത്. സോ ഒരു സെക്കൻഡ്. പോയാ അപ്പൊ അതിന്റെ വീഡിയോസ് നമുക്ക് പ്ലേ ചെയ്യാം. ഇത് നല്ല ബിസിനസ് ആണെങ്കിൽ തോന്നല്ലേ? ഇപ്പൊ തന്നെ ഗെറ്റ് ഔട്ട് അടിച്ചല്ലോ. മൊത്തം കാണട്ടെ ആദ്യം. എനിക്കതിലില്ല, എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ഇൻട്രസ്റ്റ് ചെയ്യണ്ട, നീ എന്താ ബിസിനസ് ഐഡിയ ഒന്നും ഇല്ലേ? കാണട്ടടാ. വാറ്റ്? we are starting at Expedia. കാട്ടിലും മലമുകളിലും നമ്മുടെ രാജ്യം സ്പോട്ടിലും ക്ലബ്സ് എല്ലാം വരും ദിലുറപ്പിക്കാൻ കയറി പണി തുടങ്ങും നേരം മരം വെട്ടും വീമും മണ്ണ വെട്ടും സേതുവും ദിവ്യ തണലിൽ അവർ കാണും പുതിയ ക്രീമും സൃഷ്ടിച്ച സാധനങ്ങൾ പാക്കറ്റ് മാറ്റി പ്രീതിയ സ്റ്റോറേജിലേക്ക് വണ്ടികൾ കയറ്റി. Bring it to the storage, TVS storage. Kalpugarundaki sadana minathu poraka. Bring it to the storage, TVS storage. Gangster kayile devethu tokugal villayum paranju kaashum vaangi poikko. Tadari vaadil turannu kazhinju. TVM press paniyil iranga. Cheruppu mardi pulsum edutha. Palayoru tokine pudiyadaki maatri. Therthugal putti vandigal regi. Arangayar pera ketal nettun. Mr. Rachni kayil gannugal yettum. We never stop. അപ്പോ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ, നമ്മളെ ബിസിനസിന്റെ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. ഞാൻ ബേസിക് ആയിട്ട് ജസ്റ്റ് ഒരു സ്മോൾ ഒരു ഇൻട്രഡക്ഷൻ തരാം. ബാക്കി നമ്മുടെ രായൻ ആയിരിക്കും, തിരുവനന്തപുരം രായൻ ആയിരിക്കും നമ്മള് ബാക്കി തരുന്നത് പറഞ്ഞു തരുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ സിറ്റിസൺ എന്തെങ്കിലും ചെയ്യാൻ തുടക്കം കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് മറ്റേതാണ് കേട്ടോ. എടാ വാസുവേ, ആണുങ്ങളില്ലാത്ത അതില്ലേ ആ സാധനം എടുക്കട്ടെ. ഇത് കേട്ടപ്പോ ആദ്യം ഓർമ്മ വന്നത്. ഓൾ ടൈം ഫേവറേറ്റ്. അപ്പൊ നമ്മുടെ സിറ്റിസൺ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ പിന്നെ സിറ്റിസൺസ് ഇപ്പൊ അങ്ങനെ വലുതായിട്ടില്ല. ക്ലബിന് വലുതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. നമ്മുടെ ഗാങ്സിൽ സ്ലോട്ടില് കേറാൻ പറ്റാത്ത പിള്ളേർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ?
ഇല്ല. അപ്പോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബിസിനസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോ നിഞ്ചു ആ ഫോട്ടോ ഒന്നിട്ടാവും. ഫോട്ടോ അപ്പോ ജസ്റ്റ് ഞാൻ ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ തരാം. അതിനുശേഷം ഞാൻ ഡയനെ വെൽക്കം ചെയ്യുമായിരിക്കും. അപ്പോ ഈ ഒരു ഇമേജ് വരട്ടെ. നൈസ് പ്രസന്റേഷൻ. പക്ഷെ കഴിഞ്ഞ അവന്മാരൊന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇതല്ല നിഞ്ചു. ഓക്കെ, സോ ദിസ് ഈസ് അവർ ജസ്റ്റ് ഒരു ബ്ലൂ പ്രിന്റ് മാത്രമാണ്. നമ്മൾ ഒരു ജസ്റ്റ് ഒരു ബിസിനസ്, നമ്മുടെ TV ബിസിനസ്. അതായത് നമ്മൾ 2 മൈനിങ് ഏരിയയും 2 ലംബർജാക്ക് ഏരിയ എടുക്കുന്നു. നമ്മൾ അത് ക്ലബ്ബുകാർക്ക് കൊടുക്കുന്നു. ക്ലബ്ബ് എംപ്ലോയീസിന്റെ എടുക്കുന്നു. അവര് എംപ്ലോയീസ് എടുക്കുന്നു. അവര് ബാക്കി നമ്മുടെ പ്രോഡക്ട്സും കാര്യങ്ങളും TV സ്റ്റോറേജ് തരുന്നു. അത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നു. നമ്മൾ മിസ്റ്റർ എക്സിന് കൊടുക്കുന്നു. മിസ്റ്റർ എക്സ് ബാക്കിയുള്ളവർ കൊടുക്കുന്നു. ഇതാണ് ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. സോ ഞാൻ ഐ ആം വെൽക്കമിങ് റയൻ ടു എവരിതിങ്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് സീരിയസ് ആവാണ്. കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. അപ്പം ഇവിടുത്തെ സിറ്റിയിൽ മാത്രമല്ല, നമ്മളൊരു TV ഒരു ബിസിനസ് കൊണ്ടുവരുമ്പോ അത് നമ്മുടെ ഗാങ്ങിന് മാത്രമല്ല, എൻറ്റയർലി സിറ്റിയിൽ തൊട്ട് എല്ലാവർക്കും ആ ഒരു ജോബ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയണ്ട, ഒരു ഓൾ ഇൻ വൺ എന്നുള്ളൊരു ബിസിനസ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്പർ ഞാൻ വരച്ച് വേണം കാര്യങ്ങൾ പറഞ്ഞത്. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരുന്ന ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനിങ് ആണ്. ഓക്കെ, മൈനിങ് ആൻഡ് ലംബർജാക്ക്. ഓക്കെ, മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ പറഞ്ഞ പോലെ ഗൺ. ഓക്കെ, വെയിറ്റ്, ആദ്യം അതിന് ഗണ്ണിന്റെ കാര്യം വെച്ച് തുടങ്ങാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അതായത് ഗണ്ണിന്റെ ഡ്യൂറബിലിറ്റി തീരുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് റിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് മൈനിങ് എന്നതാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ TV പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യം 2 മൈനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ 2 ലംബർ. ഈ ലംബർ ജാക്ക് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗണ്ണിന്റെ ബുള്ളറ്റ്സ്. ഓക്കെ, അതായത് ബുള്ളറ്റ്സ് നമുക്ക് ലംബർ ജാക്കിൽ കൂടെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡൗട്ട് കാണും ഇതെങ്ങനെ സിറ്റിസൺ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സിറ്റിസൺ ആയിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഈ മൈനിങ് ഏരിയ, അതായത് നമ്മളെ 2 മൈനിങ് ഏരിയ നമ്മള് ലീസിന് ക്ലബ്ബുകാർക്ക് കൊടുക്കും, മനസ്സിലായോ? അതായത് 2 മൈനിങ്ങും 2 ലംബർ ജാക്കും. ഓക്കെ, ബോർഡ് യൂസ് ചെയ്യും. അത് ഈ കാര്യം പറഞ്ഞിട്ട് കൂടി. അപ്പം 2 മൈനിങ്ങും 2 ലംബർ ജാക്കും നമ്മള് ക്ലബ്ബുകാർക്ക് ലേലത്തിന് കൊടുക്കും. സോ അവർക്ക് കോള് വിളിച്ച് ആ 2 മൈനും അവർക്ക് എടുക്കാം. 2 മൈനും 2 ലംബർ ജാക്കും. ഓക്കെ, വൺസ് അവർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മൈനും 2 ലംബർ അവരെ പേര് കാര്യങ്ങൾ വെച്ചിട്ട് അവരെ ബിസിനസ് ആയിട്ട് അവർക്ക് തുടരാം, ക്ലബ്ബുകാർക്ക്. ഓക്കെ, ഓക്കെ, ഇനി അടുത്ത് ഞാൻ പ്ലാൻ വരച്ചുതരാം, എന്താണ് പ്ലാൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, ബോർഡ് വലുതാക്കാൻ എങ്ങനെയല്ലോ ഷോർട്ട് ബോർഡ് കാണോ? Rayu, you can do it. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലംബർ ജാക്ക് വെച്ച് എങ്ങനെ ഉണ്ട ഉണ്ടാക്കുന്നേ? തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചാറ്റത്തിൽ കുറെ ബോറിംഗ് ആസ് ഫക്ക്. എടാ RP എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മറ്റേ സർക്കസിലെ കോമാളിയെ പോലെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതല്ലെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇത് മനസ്സിലായോ? അങ്ങനത്തെമാര് മാത്രം കണ്ടാൽ മതി. RP ആണ്, ബഫൂൺസിനെ കൊണ്ട് വെച്ചിരിക്കുവല്ല അവിടെ. ഞാനൊന്ന് പടം വരയ്ക്കാൻ കിടിലോ അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് നീ വരച്ചായിരുന്നു? സോ ഫസ്റ്റ് വന്നേക്കുന്ന 1 അതെന്ന് പറഞ്ഞ സിറ്റിസൺ ആണ്. ഓക്കെ, ഞാനൊന്ന് ക്ലോസ് ചെയ്യും. വരച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്, എന്നാലും ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് സിറ്റിസൺസ് നേരെ ലംബർ ജാക്കിൽ അല്ല മൈനിങ്ങിൽ പോയി ഗ്രൈൻഡ് ചെയ്യും. അവിടെ 3 ഐറ്റംസ് ഗ്രൈൻഡ് ചെയ്യുമ്പോ കിട്ടും. അതായത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. സോ ഇവര് നേരെ സെല്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലബ്ബ് ഓൾറെഡി മേടിച്ചല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലബ്ബ് ഓൾറെഡി നമ്മുടെ ഇന്ന് മൈന് മേടിച്ചു. മൈനിങ് ക്ലബിനുള്ളതാണ്. ഓക്കെ, അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി ഈ സിറ്റിസൺസ് വന്നിട്ട് മൈനിങ്ങിൽ ജോബ് എടുക്കും. ജോബ് ചെയ്തിട്ട് ആ ജോബ്
നേരെ ലൈക്ക് ചെയ്തിട്ട് അതിന്റെ നമ്മൾ മൈനിങ് ചെയ്യ ആ ഐറ്റം സെല്ല് ചെയ്യുന്നത് ക്ലബിന്റെ സ്റ്റോറേജിലായിരിക്കും സെല്ല് ചെയ്യുന്നത്. ഓക്കെ, സോ ആ സെല്ലിൽ നിന്ന് നമ്മൾ അവർ സ്റ്റോറേജ് ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള ഇൻകം കിട്ടും. സോ സിറ്റിസൺസിന് ഇൻകം കിട്ടും. അങ്ങനെ ഒരു സൈഡിൽ നിന്ന്. ഓക്കെ, സോ ഇനി നമ്മളിന്ന് ക്ലബ്ബുകാർ പൈസ ലേലത്തിന് കൊടുത്തിട്ട് പൈസയ്ക്കാണ് അവർ മേടിച്ച അവർക്ക് എങ്ങനെ ഇൻകം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോറേജ് നിറയുമ്പോൾ ഇവര് നമ്മള് TVA ഷോപ്പ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. ഓക്കെ, ആ ഷോപ്പിന്റെ അകത്ത് ഇവര് വന്ന് അവിടെ സെല്ല് ചെയ്യുമ്പോൾ അവർക്ക് ഇൻകം കിട്ടും. മനസ്സിലായോ? അതായത് ഇപ്പം സിറ്റിസണിന് ഇപ്പൊ 1 ലക്ഷം രൂപ, ഒരു എക്സാമ്പിൾ പറയാണ്, 1 ലക്ഷം രൂപയാണ് അവർക്ക് മൈനിങ് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ക്ലബ്ബുകാർ ഇത് കൊണ്ട് സെല്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 ലക്ഷം ആയിരിക്കും അവർക്ക് കിട്ടുന്ന ഇൻകം. മനസ്സിലായോ? അപ്പം നമ്മൾ നോക്കുമ്പോൾ സിറ്റിസണിനും ജോബിന് ഇൻകം കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ക്ലബ്ബുകാർക്കും ഇൻകം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ 2 സെക്ഷൻ കഴിഞ്ഞു. ആ ടൈമിൽ തന്നെ ലെമ്പർ ജാക്കും സെയിം പ്രോസസ്സാണ്. ലെമ്പർ ജാക്കിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ഷോപ്പിൽ കൊണ്ട് സെല്ല് ചെയ്യുക, സെയിം പ്രോസസ് തന്നെ ഇത് വരുന്നത്. ഈ രണ്ടും സെല്ല് ചെയ്യുന്നത് TVയുടെ ഷോപ്പിലായിരിക്കും സെല്ല് ചെയ്യുന്നത്. ഓക്കെ, TVയുടെ ഷോപ്പിൽ നിങ്ങൾ വീഡിയോ കണ്ട പോലെ TVA ഫാക്ടറി എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് TVയുടെ ഫാക്ടറിയാണ്, അവിടെയാണ് എല്ലാം ഇത് നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ഷോപ്പിന്റെ അകത്ത് നമ്മളെ ഡ്യൂറബിലിറ്റി തീർന്ന ഗൺസ് കൊണ്ട് സെല്ല് ചെയ്യാം. കാരണം ഈ കുറഞ്ഞ ഗണ്ണ് കൊണ്ട് നമ്മളെ കൊണ്ട് ഒരു ഉപയോഗമില്ല. നമ്മുടെ ഗ്യാങ് ഹൗസിൽ തന്നെ വന്ന് എടുത്താൽ ഒരു സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി പോയാൽ തന്നെ അതിന്റെ അകത്ത് ഡ്യൂറബിലിറ്റി കുറഞ്ഞ ഗൺസ് ആണ് അതിന്റെ അകത്ത് ഇരിക്കുന്നത്. അതേപോലെ ആ കുറഞ്ഞ ഗണ്ണ് എടുത്തിട്ട് മറച്ചു വെക്കുന്നതും മറ്റ് പല പല പരിപാടികളും നടക്കുന്നുണ്ട് സിറ്റിക്കകത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഗൺസ് ആവശ്യമില്ലാത്ത ഗൺസ് എല്ലാം കൊണ്ട് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ മേടിക്കുന്ന എത്ര രൂപയ്ക്കാണ് മേടിക്കുന്ന ഗണ്ണിന്റെ ഒരു 1%, അതായത് ഒരു 1 ലക്ഷം രൂപ സംതിങ് ഒരു റേറ്റ് നമുക്ക് ആ സെല്ല് ചെയ്യുന്ന സ്ഥലത്ത് കിട്ടും. അതായത് TVA ഷോപ്പിന്റെ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ആ ഷോപ്പിന്റെ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ, അതായത് നമ്മൾ മെയിൻ ആയിട്ട് പറയാനുള്ള പോയിന്റ് വരുന്നത്. അതായത് TVയില് ഇപ്പോഴത്തെ കറന്റ് സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 35 സ്ലോട്ടാണ് ഉള്ളത്, ആണോ അല്ലേ? അപ്പം നമ്മള് ഭയങ്കര ഇതിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഇപ്പൊ ബാക്കി എന്ന് പറഞ്ഞാൽ 10 പേരുണ്ട്. ഈ 10 പേര് ഇനാക്റ്റീവ് അല്ല, ആക്റ്റീവ് ആണ്. അണ്ണൻ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ആരൊക്കെ ആഡ് ചെയ്യണം. സോ വീക്കിലി അണ്ണൻ മാറ്റുന്ന ആ ഇപ്പൊ ഒരു കറന്റ് ഒരു 10 കൂട്ടിക്കോ, 10 പ്ലേയേഴ്സ് നമ്മുടെ ബിസിനസ് ആയിരിക്കും നോക്കുന്നത്. അതായത് TVA ഫാക്ടറി ആയിരിക്കും അവർ മാനേജ് ചെയ്യുന്നത് ആ 1 വീക്ക്. മനസ്സിലായോ? സോ അണ്ണന് കൺഫ്യൂഷൻ കാണും ആ ഫാക്ടറിയിൽ എന്തായിരിക്കും അവരുടെ ആക്ടിവിറ്റീസ്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ വൺസ് നമ്മള് ക്ലബ്ബുകാർ വന്നിട്ട് സ്റ്റോർ ചെയ്യുന്ന നമ്മളെ ഐറ്റംസ് നേരെ ഇവര് ട്രക്ക് വഴി ട്രാൻസ്പോർട്ട് ചെയ്യും. എവിടെ? TVA ഫാക്ടറിയിലോട്ട്. ഓക്കെ, TVA ഫാക്ടറിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനിങ് ചെയ്യുന്നതിന്റെ പ്രൊഡക്ട്സും വരും, ലംബർ ജാക്കിന്റെ പ്രൊഡക്ട്സ് വരും, അതോടൊപ്പം തന്നെ ഗൺസും വരും, നമ്മുടെ റിപ്പയർ ചെയ്യാനുള്ള ഗൺസും വരും. ഈ 3 സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ TVയുടെ ഫാക്ടറിയിലോട്ട് വരും. സോ ഇത് കഴിഞ്ഞ ശേഷം നമ്മളെ മാനേജേഴ്സ്, അതായത് TVA വർക്കേഴ്സ് അല്ല, മാനേജ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഹയർ ചെയ്യാൻ പറ്റും പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അതായത് ഇപ്പൊ നമുക്ക് അറിയാന്നുള്ള പിള്ളേരോ അല്ലെങ്കിൽ നമ്മളെ കൂടെ നല്ല രീതിയിൽ RP ഹെൽപ്പ് ചെയ്യുന്നവർക്കോ നമുക്ക് ജോലി ഹയർ ചെയ്യാൻ പറ്റും. മനസ്സിലായി? അതായത് അവർക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജോബ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ നമ്മളെ ജോബിന് വേണ്ടി അവർക്ക് വന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒരു ഇന്റർവ്യൂ സെക്ഷൻ തന്നെ ഇവർക്ക് ഒരു RP സെക്ഷൻ തന്നെ അതിന്റെ അകത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇറങ്ങിപ്പോയ ഇവർക്ക് അവിടെ ഒരു RP ആയിട്ടുണ്ട്. വീക്കിലി നമ്മൾ ഇത്രയും ടാർഗറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് ഗണ്ണ് വരുന്നതിനനുസരിച്ച് അത് റിപ്പയർ ചെയ്യാണ് അവരെ പരിപാടി. അവിടെ നിന്ന് വന്ന ഈ ഐറ്റംസ് വെച്ചിട്ട് വേണം അവിടെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗണ്ണിനെ റിപ്പയർ ചെയ്ത് ഗണ്ണിനെ ഡ്യൂറബിലിറ്റി കൂട്ടാൻ വേണ്ടി അവിടെ വെച്ചിട്ടായിരിക്കും ഇതിന്റെ ക്രാഫ്റ്റിംഗ് പരിപാടി എല്ലാം നടക്കുന്നത്. മനസ്സിലായോ? അതായത് അപ്പൊ ഈ ഹയർ ചെയ്ത 15 പേരായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. വൺസ് നമ്മുടെ 1 വീക്ക് കഴിഞ്ഞ് 7ാമത്തെ, അതായത് സൺഡേ വരുന്ന ദിവസം നമ്മൾ ചെക്ക് ചെയ്യും ഈ 15 പേരില് ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ആരൊക്കെ വർക്ക് ചെയ്തിട്ടില്ല എന്ന് നോക്കും. വർക്ക് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ അവരെ ഫയർ ചെയ്യും. ഓക്കെ, ഫയർ ചെയ്ത് പുതിയ ആളെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീക്കില് നമ്മളെ നെക്സ്റ്റ് വീക്കില് TVയിൽ നിന്ന് സ്ലോട്ടിൽ നിന്ന് മാറുന്നവര് മാനേജേഴ്സ് ആയിട്ട് വരും. അവിടെ അവരായിരിക്കും അടുത്ത പുതിയ ടീമിനെ ഹയർ ചെയ്യുന്നത്. അങ്ങനെ വീക്കിലി മനസ്സിലായി ഇനാക്റ്റീവ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ഈ അകത്താക്കുകയും ചെയ്യും, പുറത്താക്കുകയും ചെയ്യും. അത് വീക്കിലി നടക്കുകയും ചെയ്യും. സോ ഇനി ഇവിടെ നിന്ന് റിപ്പയർ ആയ ഗണ്ണ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട് ടു സെൽ ലൈക്ക് മിസ്റക്സ്. മനസ്സിലാവും? ഈ ഗൺസ് നമ്മൾ മിസ്റക്സിന് സെല് ചെയ്യുന്നുണ്ട്. അവര് അത് ഗാങ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു സർക്കിൾ ആണ്. ഇതിലൊരു ഗാങ് മാത്രമല്ല, എൻറ്റയർലി സിറ്റിയിൽ എല്ലാവരും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. കുറച്ചു മുമ്പേ കുറച്ച് ഡൗട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതില് എൻറ്റയർലി സിറ്റി ഒരു ഗാങ് അല്ല നടത്തുന്നത്,
എൻറ്റയർലി സിറ്റിയിലുള്ളവരാണ് ഈ ബിസിനസ് കൊണ്ടുപോകുന്നത്. സോ ഇതിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എത്ര പേരെ കണക്ട് ചെയ്ത് നിങ്ങളൊന്നും ജസ്റ്റ് ആലോചിച്ച് ഇത് കിടിലോ ഐഡിയ ചെയ്ത് ഹൈറാർക്കിയിൽ ഇരിക്കുന്നവർക്ക് വരെ ഈ ഒരു ബിസിനസ്സിൽ പാർട്ടുണ്ട്. സോ ഇതാണ് ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ എന്റെ ടീമിന്റെ ബിസിനസ് ഐഡിയ. ഓക്കെ, ഹലോ, ഓക്കെ അല്ലേ? അടിപൊളി അടിപൊളി. ഇതൊരു കിടിലോ ഐഡിയ ആണ്. ഇത് ഞാൻ പറയാം, ഫ്രം സിറ്റിസൺ ക്ലബ്ബ്, ഗാങ്സ്, മിസ്റ്റർ എക്സ് എല്ലാരും ഉൾപ്പെടുത്താൻ പറ്റിയൊരു സാധനമാണ്. വാട്ട് ഡു യു തിങ്ക് അപ്പാപ്പൻ? അപ്പാപ്പൻ പോസിബിൾ അല്ല? പോസിബിളാ. അത് ഇല്ലീഗല്. അതായത് അതിന്റെ അകത്ത് നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ലീഗൽ പ്ലസ് ഇല്ലീഗൽ ആണ് ഇവിടെ വരുന്നത്, മനസ്സിലായോ? സോ പുറത്തുനിന്ന് നോക്കുമ്പോ നമ്മൾ ഈ മൈനിങ് ചെയ്യുന്നവര് ലീഗൽ ബിസിനസ് ആണ്. അവര് പ്രൊഡക്റ്റ് ചെയ്യുന്ന സാധനം നേരെ ഷോപ്പിൽ കൊണ്ടുവന്നത് ലീഗലാണ്. അത് നേരെ TVA ഫാക്ടറിയിലോട്ട് പോകുന്നത് ലീഗലാണ്. പക്ഷെ TVA ഫാക്ടറിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഇല്ലീഗൽ ആയിട്ട് മാറുന്നു, മനസ്സിലായി? ആ ഇല്ലീഗൽ ഗൺസ് നേരെ മിസ്റ്റർ എക്സിന് കൊടുക്കുന്നു, അതും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി. അത് ഗ്യാങ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്, സിറ്റിസൺസ് അല്ല. സോ ഇത് 2 ഐഡിയ ആണ് വരുന്നത്, ലീഗൽ പ്ലസ് ഇല്ലീഗൽ ബിസിനസ് ഐഡിയ ആണ് ഞാൻ പറഞ്ഞ ഓൾ ഇൻ വൺ. അതാണ് ഞാൻ വന്നപ്പോഴേ പറഞ്ഞത്, ഈ നമ്മൾ കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ് ഐഡിയ ഓൾ ഇൻ വൺ ആണ്, മനസ്സിലായി? എല്ലാവർക്കും TVA എന്ന് പറഞ്ഞ ഒരു ബിസിനസ് കൊണ്ടുവരുവാണെങ്കിൽ അത് എല്ലാവർക്കും പാർട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോ നമ്മുടെ മറ്റേ തലതെറിച്ച അപ്പൂപ്പന് ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറെ വേണമെങ്കിൽ ഗൺസിനൊക്കെ പല പല കളറ് അങ്ങനത്തെ ഡിസൈൻസ് അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റും. അത് അതൊക്കെയാണ് നമ്മുടെ ഐഡിയാസ്. ദിസ് ഈസ് അവർ ഐഡിയ. താങ്ക് യു സോ മച്ച് ഫോർ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ ഐഡിയയിൽ ബുള്ളറ്റ് മാത്രം ഉണ്ടാക്കാൻ പറ്റത്തുള്ളേ. അല്ല, ഇത് ഡ്യൂറബിലിറ്റി റിപ്പയറിംഗ് ആണ്. അല്ല, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞങ്ങൾ എന്തായാലും വിളിക്കാം. അപ്പൊ താങ്ക് യു. ഇനിയുണ്ടോ? വാസന എല്ലാരും ഒന്ന് നമ്മളൊരു സാമ്പിള് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ പ്രൊഡക്റ്റ് തുടങ്ങുന്ന മുമ്പേ നമ്മളൊരു സാമ്പിള് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾ അത് ഉദ്ഘാടനം ചെയ്യണം പ്ലീസ്. വാസോണൻ ഫോർവേഡ് ഫ്രണ്ടിലോട്ട് വരാം. എല്ലാരും വന്നോട്ടെ. ഞാൻ നിന്നോട്ടെ. എന്നിട്ട് ടീല് മറ്റേ ചാറ്റില്ലേ, ചാറ്റിൽ നിങ്ങൾ ജസ്റ്റ് AB അടിക്കും, എന്നിട്ട് എൻ്റർ അടിക്കാം. T/AB. നിങ്ങൾ എന്നെ ഉറപ്പിച്ചാ? അല്ല, അത് TVA ആമോ പ്രീമിയം RP ആമോ സപ്ലൈ. എന്നിട്ട് നിങ്ങൾ /AP അടിക്കും, എന്നിട്ട് ഞാൻ പറഞ്ഞു AP അടിക്കും /AP. ഇത് കയ്യിൽ നിന്ന് പോകണല്ലോ കേട്ടോ. ഒന്നും കൂടെ അടി /AP. ഓക്കെ, ഇനി അടുത്തത് ഇനിയുണ്ട്. അടുത്ത പറ. അത് ജസ്റ്റ് ഫ്രണ്ടിൽ ഒന്ന് പ്ലേസ് ചെയ്ത് AP അടിക്കാം. തുറന്നു വന്നിട്ടോ. ഇതെന്റെ ഫോട്ടോ എവിടെ? ഇതെന്റെ ഫോട്ടോ അല്ലല്ലോ. നമുക്കിത് ഡാമാണ്. നമുക്ക് ഒരു അണ്ണൂല്ലേ? ഇനി ഒന്നും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ W ചെയ്ത് നിൽക്കണ്ട, മൗസ് മാത്രം സ്ക്രോളാ പിന്നെ മാറ്റിയാ മതി. നിങ്ങൾ /AI എൻ്റർ അടിക്കും. AI എൻ്റർ. What the fuck? Sealed. Open ammo. എന്റെ പൊന്നോ, എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കണേ. രായൻ എപ്പോഴും ഇങ്ങനെയാണ്. വിഷയം സാധനം എന്തിനൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കണത്. മാറ്റേ നമ്മളൊരു 2 ദിവസത്തെ ഹാർഡ് വർക്ക്. ആ ഒരു വിഷമം നേരത്തെ ഒന്ന്
രായൻ കിടന്ന് ഇമോഷണൽ ആയി പോയി ഇത് ഐഡിയ ചേർത്ത് വന്നോണ്ട്. സീനില് അടിപൊളി അടിപൊളി അടിപൊളിയാടാ, കിടിലം കിടിലം. സംസാരിക്കണം കേട്ടോ അപ്പൊ ഇത് സീരിയസ് ആയിട്ട്. ഈ അസോസിയേറ്റ്സിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. എനിക്കൊന്ന് സംസാരിക്കണം അപ്പാപ്പന്റെ അടുത്ത്. സംസാരിക്കാമല്ലോ. മോറോവർ ഇതേ രായന്റെ പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. മൂന്നുപേരുടെയും പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. അടിപൊളി എക്സ്പ്ലനേഷൻ കൊള്ളായിരുന്നു. മൈക്ക് മ്യൂട്ട് ആയിരുന്നു ചന്ദ്ര, നമ്മുടെ ഫോട്ടോ ഇല്ല കേട്ടോ. RDR കളിച്ച അവിടുന്ന് ഐഡിയ നോക്കി, ആർക്ക് എടുത്ത അവിടുന്ന് ഐഡിയ നോക്കി. നീയൊക്കെ ഇത് കളിക്കാത്ത വല്ലവരുടെ എടുക്കുന്ന ഐഡിയ നോക്കി കുഴപ്പമില്ലേ. അപ്പൊ ഈഗോ അടിച്ചു കേട്ടോ. ക്യാമറ കട്ടിവിളി തലയാണ് ഞാൻ പറഞ്ഞതാ. അതല്ല ഇത് ആർക്കിലുള്ള ഇത്